my dear students, to our next class of Financial Markets and Institutions. Okay, അപ്പോൾ നമ്മൾ ദാറ്റ് ഈസ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ ദാറ്റ് ഈസ് അതിൽ നമ്മൾ ഫോർവേഡ്സ് എന്താണ്, ബേസിസ് ആയിട്ടുള്ള അല്ലേ, നമ്മൾ 4 ഇതിനാണ് നമുക്ക് ഡീറ്റെയിലേക്ക് പോകാനുള്ളത്. അപ്പോൾ അതിൽ ഫോർവേഡ് എന്താണ്, ഫ്യൂച്ചേഴ്സ് എന്താണെന്ന് നമ്മൾ കണ്ടു. ഇനി ഫ്യൂച്ചേഴ്സിൽ തന്നെ നിങ്ങളുടെ ആസ് പെർ സിലബസിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ദാറ്റ് ഈസ് സ്പെസിഫൈ ചെയ്ത് എടുത്ത് പറഞ്ഞിട്ടുള്ളത് ദാറ്റ് ഈസ് അബൌട്ട് ദി സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് അപ്പോൾ നമുക്കിത് അറിയാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയതാണ്. ഇതെന്താണ്, ദാറ്റ് ഈസ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സിലെ ഒരെണ്ണമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ടൈപ്സ് ഓഫ് ഫ്യൂച്ചേഴ്സ് പഠിച്ചപ്പോൾ നമ്മളതിൽ കണ്ടതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്യൂച്ചേഴ്സുകളുണ്ട്. അപ്പോൾ അതിൽ ഒരെണ്ണമാണ് എന്തെന്ന് പറയണത്, ദാറ്റ് ഈസ് ഫ്യൂച്ചേഴ്സിനെ തന്നെ കമോഡിറ്റി ഫ്യൂച്ചേഴ്സ് എന്നും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സ് എന്നെങ്കിലും ഡിവൈഡ് ചെയ്യാം നമ്മൾ പറഞ്ഞു. ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സിനെ തന്നെ എഗെയിൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു കറൻസി, സ്റ്റോക്ക്, ഇൻട്രസ്റ്റ് റേറ്റ്, പിന്നെ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ്. അപ്പോൾ അതിൽ നമുക്ക് ഈ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിനെ കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഡെക്സ്, സ്റ്റോക്ക് മാറാം. അപ്പോൾ നിങ്ങളുടെ ആസ് പെർ സിലബസ് ആ 2 ടോപ്പിക്സുകൾ എടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ഭയങ്കരമായിട്ടില്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങളും കൂടി നമുക്കൊന്ന് പറഞ്ഞു പോകാം കേട്ടോ. അപ്പോൾ സ്റ്റോക്ക് ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിൻ്റെ അണ്ടർലൈങ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കുന്നതാണ് പറഞ്ഞത്, സ്റ്റോക്ക് ആയിരിക്കും അതിൻ്റെ അണ്ടർലൈങ് അസറ്റ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ മനസ്സിലാക്കുക, ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സിൽ വരുന്ന ഒന്നാണ് സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ്. സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിൻ്റെ അണ്ടർലൈങ് അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോക്കാന്ന് പറഞ്ഞു. നമ്മളപ്പോൾ അത് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, കാൻസാസ് സിറ്റി ബോർഡ് ഓഫ് ട്രേഡിലാണ് ഇൻ ദ ഇയർ 1882 ഇത് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞു. ഇന്ത്യയിൽ അത് വന്നത് ദാറ്റ് ഈസ് ഓൺ ജൂൺ 12, 2000 വന്നത്. പിന്നീട് അത് നവംബർ 9, 2001 NSEയിൽ തന്നെയുള്ള ചില സെലക്റ്റഡ് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിലേക്കൊക്കെ അത് വന്നു. അതിനെക്കുറിച്ചൊക്കെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ നമുക്കൊന്നും കൂടി അതിൻ്റെ ചെറിയൊരു ഡീറ്റെയിലേക്ക് പോകാം. ഇപ്പോൾ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിനെ കുറിച്ച് കേട്ടോ. അപ്പോൾ വാട്ട് ഈസ് സ്റ്റോക്ക് ഫ്യൂച്ചർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും അതിൻ്റെ ഒപ്പം തന്നെ നമ്മളതിൽ OTs എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഓൺലി അണ്ടർലൈങ് അസറ്റ് സ്റ്റോക്ക് ആണെന്നേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്, നമുക്ക് എല്ലാ ഫ്യൂച്ചേഴ്സും അല്ലെങ്കിൽ എല്ലാ ഡെറിവേറ്റീവ്സിൻ്റെ പോലെ തന്നെ ഇതെന്താണ്, ഒരു എഗ്രിമെൻ്റ് ആണ്. ആരും തമ്മിലുള്ള, അങ്ങനെ പഠിക്കാൻ എളുപ്പം എന്ന് പറയുന്നത് കേട്ടോ, എഗ്രിമെൻ്റ് ആണ്. ആരും തമ്മിൽ ഒരു ബയർ ഉണ്ടായിരിക്കും, സെല്ലർ, അതായത് ടു ബൈ ഓർ സെൽ എ സ്പെസിഫൈഡ് സ്റ്റോക്ക്. ഇതാണ് ഒരു സ്റ്റോക്ക് ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സ്റ്റോക്ക് ഫ്യൂച്ചർ ഈസ് ആൻ എഗ്രിമെൻറ്റ് ടു ബൈ ഓർ സെൽ എ സ്പെസിഫൈഡ് സ്റ്റോക്ക്. എന്തായിരിക്കും ഈ സ്പെസിഫൈഡ് സ്റ്റോക്ക് എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഇക്വിറ്റി ഷെയർസ് ഓഫ് എ കമ്പനി. എന്താണ് സ്പെസിഫൈഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത്, ഇക്വിറ്റി ഷെയർസ് ഓഫ് എ കമ്പനി, ഒരു കമ്പനിയുടെ ഇക്വിറ്റി ഷെയർസ്. അപ്പോൾ അത് ക്ലിയർ ആയില്ലേ, ഇക്വിറ്റി ഷെയർസ് ഓഫ് എ കമ്പനി ഇൻ ദ ഫ്യൂച്ചർ. എപ്പോഴാണ് എഗ്രിമെൻറ്റ്, അപ്പോൾ നമ്മൾ ഓരോന്ന് എഴുതാണ് ഫ്യൂച്ചർ. ഇൻ ദ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും, അറ്റ് എ സ്പെസിഫൈഡ് പ്രൈസ്. ഈ 4 കാര്യങ്ങൾ ഓർത്താൽ മതി, അറ്റ് എ സ്പെസിഫൈഡ് പ്രൈസ്. അപ്പോൾ ഇതൊരു എഗ്രിമെൻ്റ് ആണ്. എന്ത് വിൽക്കാനും വാങ്ങാനുള്ളതാണ്, ഇക്വിറ്റി ഷെയർസ് വിൽക്കാനും വാങ്ങാനുള്ളത് അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റിൽ അറ്റ് എ സ്പെസിഫൈഡ് പ്രൈസ്. അപ്പോൾ അത്രയാണ് സ്റ്റോക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് പറയാനുള്ളത്. ദസ് ഇവിടുത്തെ അണ്ടർലൈങ് അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ദിസ് ഈസ് ദി അണ്ടർലൈങ് അസറ്റ്. അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് സ്റ്റോക്കാണ്, അണ്ടർലൈങ് അസറ്റ്. ക്ലിയർ? അതായത് ആൻ ഇൻവെസ്റ്റർ മേ ബൈ ഷെയർസ് ഇൻ ദി സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫോർ ക്യാഷ്. അതായത് ഇവിടെ എന്ത് ചെയ്യും, ഒരു ഇൻവെസ്റ്ററോ ബയറോ, ആരായാലും ഇൻവെസ്റ്റർ തന്നെയായിരിക്കും ബയർ എന്ന് പറയുന്നത്. അദ്ദേഹം എന്ത് ചെയ്യുന്നു, ദാറ്റ് ഈസ് ക്യാഷിന് ഇവിടുന്ന് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് ഷെയർസ് വാങ്ങിക്കുന്നു. ഇൻസ്റ്റെഡ് ഓഫ് ബൈയിങ് ദ ഷെയർസ് സ്ട്രേറ്റ് വേ. അപ്പോൾ എന്താണ് ഈ ഫ്യൂച്ചർ ഇതിൽ കിടന്ന് കളിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സ്റ്റോക്ക് നേരിട്ട് വാങ്ങിക്കാം, പക്ഷേ ഇതൊരു കോൺട്രാക്റ്റ് വഴി, ഒരു എഗ്രിമെൻറ്റ് വഴിയാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇവിടെ ബയർ എന്താണ് ചെയ്യണത്, അതായത് ഷെയർസ് നേരിട്ട് കമ്പനിയിൽ നിന്ന് വാങ്ങിക്കുന്നതിന് പകരം ദ ഇൻവെസ്റ്റർ മേ എഗ്രി ടു ബൈ ഇറ്റ് ഇൻ ദി ഫ്യൂച്ചറിൽ ഞാൻ വാങ്ങിക്കോളാം എന്നുള്ളത് എഗ്രിമെൻറ്റിലേക്ക് എത്തുന്നു അറ്റ് എ സ്പെസിഫൈഡ് പ്രൈസ് വിത്ത് ഇൻ എ സ്പെസിഫൈഡ് ടൈം പീരീഡ്. അപ്പോൾ സ്ട്രേറ്റ് വേ നേരിട്ട് കമ്പനിയിൽ നിന്ന് വാങ്ങിക്കാതെ അതായത് ഫ്യൂച്ചർ ഡേറ്റിൽ ഇന്ന ദിവസം ഇത്ര രൂപയ്ക്ക് വാങ്ങിക്കാമെന്ന് എന്ത് ചെയ്യുന്നു, ദാറ്റ് ഈസ് എഗ്രി ചെയ്യുന്നു. ദിസ് ഈസ് ഡൺ. ഇത് എപ്പോഴാണ് സാധാരണ ചെയ്യാന്നുണ്ടെങ്കിൽ, അതായത് ഫ്യൂച്ചർ എഗ്രിമെൻറ്റിൽ കയറിയിട്ട് ഷെയർസ് വാങ്ങിക്കുക എപ്പോഴാണെന്നുണ്ടെങ്കിൽ വെൻ ദി ഷെയർ പ്രൈസ് ഈസ് എക്സ്പെക്റ്റഡ് ടു റൈസ്.
ഷെയർ പ്രൈസ് റൈസ് ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ ആണ് ഈ ഫ്യൂച്ചർ വഴി എന്ത് ചെയ്യുക ഇൻവെസ്റ്റർ ആ ഒരു മെത്തേഡിലേക്ക് പോകുന്നത്. ദിസ് ഈസ് ഡൺ വെൻ ദി ഷെയർ പ്രൈസ് ഈസ് എക്സ്പെക്റ്റഡ് ടു റൈസ് ഇൻ ദ ഫ്യൂച്ചർ ആൻഡ് ദ ഇൻവെസ്റ്റർ ഈസ് സെറ്റ് ടു ടേക്ക് ഏത് പൊസിഷൻ, 2 പൊസിഷൻ പറഞ്ഞിരുന്നല്ലേ, ലോങ് പൊസിഷൻ ഉണ്ട്, ഷോർട്ട് പൊസിഷൻ ഉണ്ട്. ബയർ എപ്പോഴും നമ്മൾ പറഞ്ഞു ലോങ്. അപ്പോൾ ഇവിടെ എന്താണ്, ദ ഇൻവെസ്റ്റർ ഈസ് സെറ്റ് ടു ടേക്ക് എ ലോങ് പൊസിഷൻ ഇൻ ദ ഷെയർ. ദിസ് എനേബിൾസ് ദ ഇൻവെസ്റ്റർ ടു ബൈ ദ ഷെയർസ് അറ്റ് എ ലോവർ പ്രൈസ് that is going to be rise in the ലേറ്ററിൽ അത് കൂടാൻ പോകുന്ന ആ മാർഗത്തിൽ നിന്ന് ഇപ്പോൾ എന്ത് ചെയ്യാം, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു എഗ്രിമെൻറ്റ് പ്രകാരം ദാറ്റ് ഈസ് 100 രൂപയ്ക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 100 റുപ്പീസിന് ഷെയർ വാങ്ങിക്കാമെന്ന് എന്ത് ചെയ്തു, ഒരു ഫ്യൂച്ചർ എഗ്രിമെൻറ്റ് തയ്യാറാക്കി വെച്ചു, ഫ്യൂച്ചർ കോൺട്രാക്റ്റ് തയ്യാറാക്കി വെച്ചു. ആൻഡ് എന്താണ് സർപ്രൈസിംഗ്ലി എന്തോ ആവട്ടെ ഷെയർസിൻ്റെ വില 110 ആയിട്ട് എന്ത് ചെയ്തു, റേസ് ചെയ്തു. അപ്പോൾ ശരിക്കും അന്ന് ആ ഇൻവെസ്റ്റർ അത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു, 1 മന്തിന് ശേഷം 1 മന്തിനാണ് ഇപ്പോൾ ഈ കോൺട്രാക്റ്റ് ഉണ്ടാക്കിയെങ്കിൽ കോൺട്രാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല ആ ഇൻവെസ്റ്റർക്ക് ആ സമയത്ത് ഇന്നൊരു സ്പെസിഫൈഡ് കമ്പനിയുടെ ഷെയർ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ 110 രൂപയ്ക്ക് വാങ്ങിക്കണമായിരുന്നു അല്ലേ, 110 ഷെയർസ് 110 റുപ്പീസിന് വാങ്ങിക്കണമായിരുന്നു. അതിന് പകരം എന്തുണ്ടായിട്ടുണ്ട്, ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് 1 മന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഷെയർ പ്രൈസ് 110 ആണെന്നുണ്ടെങ്കിലും 100 രൂപയ്ക്ക് തന്നെ ആർക്ക് വാങ്ങിക്കാം, ഇൻവെസ്റ്റർക്ക് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചില ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് എളുപ്പമായിട്ട് മനസ്സിലാക്കി പോകാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ദാറ്റ് ഈസ് ദ റീസൺ വൈ ഇതാണ് ഇൻവെസ്റ്റർ ഗോസ് ഫോർ എ ഫ്യൂച്ചർ കോൺട്രാക്റ്റിലേക്ക് പോകുന്നതിനുള്ള റീസൺ എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഈ ഫ്യൂച്ചർ എഗ്രിമെൻറ്റ് നമ്മൾ പറഞ്ഞു അല്ലേ, ഇതൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയാണ് ഇത് നടക്കുക എന്ന് പറഞ്ഞ് റെക്കഗ്നൈസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇത് വഴിയാണ് നടക്കുന്നത് വിത്ത് ഹെൽപ്പ് ഓഫ് എ ബ്രോക്കർ. അപ്പോൾ ഒരു ബ്രോക്കർ ഉണ്ടായിരിക്കും. ബ്രോക്കർ മാത്രമല്ല, നമ്മൾ പറഞ്ഞു ഫ്യൂച്ചറിൻ്റെ പ്രത്യേകത എന്താണ്, ഓരോ റെക്കഗ്നൈസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനും ഓരോ സെപ്പറേറ്റ് ക്ലിയറിംഗ് ഹൗസുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതിവിടെ കൂട്ടിച്ചേർത്ത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഒരു ബ്രോക്കർ വഴിയാണ് നടക്കുന്നത്. ദ ക്ലിയറിംഗ് ഹൗസ് ഓഫ് ദി എക്സ്ചേഞ്ച് അറേഞ്ചസ് ഫോർ ദി ഡെലിവറി ഓഫ് ദി ഷെയർസ് ആൻഡ് ദി പേയ്മെൻറ്റ് ഓഫ് ദ മണി. അപ്പോൾ അതെങ്ങനെയാണ് ഡെലിവറി ചെയ്യേണ്ടതിനുള്ള കാര്യങ്ങളും ക്ലിയറിംഗ് ഹൗസ് നോക്കിക്കോളും. എങ്ങനെയാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് നടത്തേണ്ടത് ഈ കാര്യങ്ങളും ആര് തന്നെ നോക്കിക്കോളും, ക്ലിയറിംഗ് ഹൗസ് നോക്കിക്കോളും. അതന്നെ ഇനി എന്തെങ്കിലും കോൺട്രാക്റ്റിംഗ് പാർട്ടീസ് എന്തെങ്കിലും നമ്മൾ നേരത്തെ പഠിച്ചു തന്നെ, ഞാൻ ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്ത് പോകുന്നതേ ഉള്ളൂ. ഏതെങ്കിലും ഒരു പാർട്ടീസ് ഡിഫോൾട്ട് ചെയ്താൽ തന്നെ ക്ലിയറിംഗ് ഹൗസ് ഒരു ഇൻ്റർമീഡിയറി ആണ് അല്ലേ, ക്ലിയറിംഗ് ഹൗസ് വിൽ ലുക്ക് അപ്പോൺ ഇറ്റ്. അത് ആ കാര്യങ്ങൾ ക്ലിയറിംഗ് ഹൗസ് നോക്കിക്കോളും. പക്ഷേ ക്ലിയറിംഗ് ഹൗസ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, എന്ത് ചെയ്തിരിക്കുന്നത് അവിടെ ഒരു മാർജിനിങ് സിസ്റ്റം അല്ലേ, നമ്മൾ പറഞ്ഞൊരു ഇനീഷ്യൽ പേയ്മെൻറ്റ് അഥവാ ഒരു മാർജിൻ സിസ്റ്റം വൺ ഓഫ് ദി ഫീച്ചറായിട്ട് നമ്മൾ ഫ്യൂച്ചറിനെ പറഞ്ഞതാണ്. ഒരു മാർജിൻ സിസ്റ്റം ഉള്ളതുകൊണ്ട് നഷ്ടമൊന്നും അതിനകത്ത് വല്ല ഒരു ഇനീഷ്യൽ പേയ്മെൻറ്റ് കൊടുക്കണം, നമ്മൾ തുടക്കത്തിലേ പഠിച്ചു വന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഒരു എന്താ പറയുന്നത്, നമ്മൾ പറഞ്ഞ പോലെ കൗണ്ടർ പാർട്ടി റിസ്ക് അത്ര അധികം ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതാണ് ദാറ്റ് ഈസ് സ്റ്റോക്ക് ഫ്യൂച്ചർ. വോട്ട് ഈസ് സ്റ്റോക്ക് ഫ്യൂച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഈ 4 പോയിൻറ്റ്സ് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഇറ്റ് ഈസ് എ എഗ്രിമെൻറ്റ് ടു ബൈ ഓർ സെൽ stock, that is equity shares at a future date at a specified price. Here the underlying asset will be the stock of a specified, or the equity share of a specified company, and to look after all the things there will be a clearing house and the trading is done through a broker. ഇത്രയാണ് നമ്മൾ അതിനെക്കുറിച്ച് എഴുതേണ്ട കാര്യം. ക്ലിയർ? ഓക്കെ. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഒന്നും കൂടി ഉണ്ട്. അപ്പോൾ പിന്നെ അതിൽ എന്ത് ദാറ്റ് ഈസ് കറൻസി ഫ്യൂച്ചറാണ്. അത് നമ്മൾ പറഞ്ഞിരുന്നു, അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത് കറൻസി ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ അതിൽ നമ്മൾ ദാറ്റ് ഈസ് പിന്നെ വരുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചർ. അവിടെ അണ്ടർലൈങ് അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ആസ് പെർ സിലബസ് നമുക്ക് പഠിക്കാനായിട്ട് തന്നിട്ടുള്ളത് ദാറ്റ് ഈസ് സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചറാണ്. അപ്പോൾ അവിടെ നമുക്ക് അറിയണമെങ്കിൽ ഇൻഡെക്സ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മുൻപത്തെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ദാറ്റ് ഈസ് സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചർ, സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ്. ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചർ എന്നൊക്കെ ഉള്ളത് ദാറ്റ് ഈസ് ഏറ്റവും ഈ സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചർ എന്ന് പറയുന്നത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് ലെക്ചർ നോട്ടായിട്ട് ഇതിൻ്റെ ഒപ്പം എഴുതി പോകാം കേട്ടോ. സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മോസ്റ്റ് പോപ്പുലറാണ്. ഇപ്പോൾ ഏറ്റവും പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫ്യൂച്ചറാണ് മോസ്റ്റ് പോപ്പുലർ. അപ്പോൾ ഞാൻ ഓരോ പോയിന്റുകൾ തന്നെ ബോർഡിൽ ഞാൻ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ. മോസ്റ്റ് പോപ്പുലർ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻ്റ് ആണ് ലോകത്ത്, ദാറ്റ് ഈസ് ട്രേഡഡ് ഓൾ ഓവർ ദ വേൾഡ്. ഒരുവിധം ലോകം മുഴുവൻ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും പോപ്പുലറായിട്ട് ട്രാൻസാക്ഷൻ നടക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻ്റ് ആണ് സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇത് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ 1982 കൻസാസ് സിറ്റി ബോർഡ് ഓഫ് ട്രേഡ് ഇൻ USA 1982 ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 1982 കൻസാസ് സിറ്റി ബോർഡ്.
കൻസാസ് സിറ്റി ബോർഡ് ഓഫ് ട്രേഡ് ഇൻ USA ആണ് ആദ്യം ചെയ്തത്. അപ്പോൾ അത് വരാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇത് ഈ ഒരു ഡെറിവേറ്റീവ് ഫ്യൂച്ചർ വരുന്നതിന് മുൻപ് ദ ഇൻവെസ്റ്റേഴ്സ് ഹു വാണ്ടഡ് ടു ട്രേഡ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് മൂവ്മെൻറ്റ്സ് ഹാഡ് ടു ബൈ ആൻഡ് സെൽ ലാർജ് പ്രൊപ്പോർഷൻ ഓഫ് ദ വേരിയസ് സ്റ്റോക്സ് ഇൻ വിച്ച് ട്രാൻസാക്ഷൻ കോസ്റ്റ് ആർ എക്സ്ട്രീംലി ഹൈ. അപ്പോൾ ഇത് വരുന്നതിന് മുൻപ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ചെയ്യണം, കുറേ സ്റ്റോക്ക്, അപ്പോൾ കുറേ എമൗണ്ട് അവിടെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ലാർജ് പ്രൊപ്പോർഷനിൽ സ്റ്റോക്സ് വാങ്ങിയിട്ട് വിൽക്കുകയും വാങ്ങുകയും ചെയ്യേണ്ടതായിട്ട് വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ എന്താണ് ട്രാൻസാക്ഷൻ കോസ്റ്റ് വളരെ അധികമായിരിക്കും. മാത്രമല്ല കുറേ ഇതുള്ളൂ, അതുകൊണ്ട് തന്നെ അതിൻ്റെ ട്രാൻസാക്ഷൻ വളരെ സ്ലോ ആയിട്ടാണ് നടന്നിരുന്നത്. അപ്പോൾ ഇത് വന്നതിന് ശേഷം എന്താണ് ഒന്നും കൂടി ഒരു സിമ്പിൾ ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതാണ് സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചർ വരാനുള്ള വൺ ഓഫ് ദ റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എന്താണ് സ്റ്റോക്ക് ഇൻഡെക്സ് എന്നുള്ളത് ഓർമ്മ വരണം കേട്ടോ. ഒന്ന് റീകളക്ട് ചെയ്യാൻ നോക്കാം, അല്ലെങ്കിൽ ഞാനിവിടെ മെൻഷൻ ചെയ്ത് പോകാം എന്താണെന്നുള്ളത്. അപ്പോൾ എനിവേ മനസ്സിലാക്കി വയ്ക്കുക, സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചർ ആദ്യമായിട്ട് USA വന്നത്. ഏറ്റവും പോപ്പുലറാണ് 1982 USA വന്നത്. ഇത് വരാനുള്ള വൺ ഓഫ് ദ റീസൺ എന്ന് പറയുന്നത് ഇത് വരുന്നതിന് മുൻപ് ഹ്യൂജ് ഇതിലാണ് എന്ത് ചെയ്തിരുന്നത്, ലാർജ് പ്രൊപ്പോർഷൻ ഓഫ് വേരിയസ് സ്റ്റോക്സ് ആണ് ടു ബൈ ആൻഡ് സെല്ല് ചെയ്യേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ ട്രാൻസാക്ഷൻ കോസ്റ്റ് കൂടുതലായിരുന്നു. ട്രാൻസാക്ഷൻ വളരെ സ്ലോ ആയിരുന്നു. ഈ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് വഴി നമുക്ക് ഈ സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് വന്നതിന് ശേഷം ഇറ്റ് ഈസ് വളരെ സിമ്പിളായിട്ട് നടത്താൻ പറ്റുന്ന ഒരു ട്രാൻസാക്ഷനായിട്ട് മാറി. അപ്പോൾ ഇവിടെ നമുക്ക് ഈ അപ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാലാണ്. അപ്പോൾ വാട്ട് ഈസ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ്? അപ്പോൾ നിങ്ങൾ മുൻപത്തെ ക്ലാസ്സുകളൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് എന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ 3rd മൊഡ്യൂളിൽ നമ്മൾ ഇതൊക്കെ എന്ത് ചെയ്ത് പോയിട്ടുണ്ട്, മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്. എന്നാലും ഐ എം ജസ്റ്റ് റിക്കളക്ടിങ് ഇറ്റ് ഫോർ യു. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഗീവ്സ് എ ബ്രോഡ് ഔട്ട്ലൈൻ ഓഫ് ദി മാർക്കറ്റ് മൂവ്മെൻറ്റിനെ കുറിച്ചിട്ട്, എങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്, അപ്പോൾ സ്റ്റോക്ക് അതായത് ഷെയർസ് അതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്നതിനെ കുറിച്ചിട്ടൊരു വളരെ ബ്രോഡായിട്ടുള്ള ഒരു ഔട്ട്ലൈൻ, അതായത് ഒരു ഫ്രെയിം വർക്ക് തരുന്നതാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കുക, ഒരു മെഷറിംഗ് ആണ് കേട്ടോ, നമ്മളൊരു ബെഞ്ച് മാർക്കായിട്ടൊക്കെ എടുക്കാവുന്നൊരു മെഷറിംഗ് ആണിത് എന്ന് പറയുന്നത്. മനസ്സിലാക്കി വെക്കാം. Stock market indexes give a broad outline of the movement of the market എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് റെപ്രസെൻറ്റ്സ് ദി ഹോൾ സ്റ്റോക്ക് മാർക്കറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഇവിടെ കാണിച്ചിട്ടുണ്ടായിരിക്കുക, സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സിൽ കാണിച്ചിരിക്കുക. അത്രയാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഇത്രയും ഞാനിപ്പോൾ പതുക്കെ മെൻഷൻ ചെയ്ത് പോകുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ്, ഇതിനെ തന്നെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡിസസ് എന്നും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു റിവിഷൻ ക്ലാസ് പോലെയാണ് ഈ പറയുന്നത് കേട്ടോ. ഇൻഡിസസ് എന്നും പറയാറുണ്ട്. ഇസ് എൻ ഇൻഡിക്കേറ്റർ, എന്താണ് പറയുന്നത്, ഇസ് എൻ ഇൻഡിക്കേറ്റർ ഓഫ് ദി ട്രെൻഡ്സ് ഇൻ ദി മൂവ്മെൻറ്റ് ഓഫ് പ്രൈസസ് ഓഫ് സെക്യൂരിറ്റീസ് ട്രേഡഡ് ഇൻ ദി സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന ഓൺ എ സ്പെസിഫൈഡ് ഡേ, അതുകൊണ്ട് നമ്മൾ പറയും ഒരു സ്പെസിഫൈഡ് ഡേയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന സെക്യൂരിറ്റീസ് അതിൻ്റെ പ്രൈസിൻ്റെ ട്രെൻഡ് എന്താണെന്ന് കാണിക്കുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് അഥവാ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡിസസ്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ്, ഇറ്റ് ഈസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ദി ട്രെൻഡ് ഇൻ ദ മൂവ്മെൻറ്റ് ഓഫ് ദ പ്രൈസസ് ഓഫ് ദ സെക്യൂരിറ്റീസ് ട്രേഡഡ് ഇൻ ദി സ്റ്റോക്ക് മാർക്കറ്റ് ഓൺ എ സ്പെസിഫൈഡ് ഡേ. അപ്പോൾ അതാണ് വാട്ട് ഈസ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാവുന്നത് കേട്ടോ. ഞാൻ നോട്ട് അയച്ചു തരാം നിങ്ങൾക്ക് കൃത്യമായിട്ട്, അല്ലെങ്കിൽ ലെക്ചർ നോട്ടിൻ്റെ കൂടെ നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ. അത്രയും പതുക്കെ തന്നെയാണ് ഞാൻ നിർത്തി തന്നെയാണ് പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സസുകളെ നമ്മൾ വിളിക്കുന്നതാണ് ദേ ആർ നോൺ ആസ് ദി ബാരോമീറ്റേഴ്സ് എന്ന് പറയും. ഇതാണ് ബാരോമീറ്റേഴ്സ്. എന്താണ് ബാരോമീറ്റേഴ്സ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലേ, അത് നോക്കുന്നതാണ് ബാരോമീറ്റേഴ്സ് എന്നാണ് എന്തിനു പറയുന്നത്, സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ്. അതായത് എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് ബിഹേവ് ചെയ്യണം എന്നുള്ളത് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ എവിടെ നോക്കിയാൽ അറിയാം, ഈ ഇൻഡിസസിൽ അഥവാ ഇൻഡെക്സിൽ നോക്കിയാലായിട്ട് അറിയാം. ഞാനിതിൻ്റെ എക്സാമ്പിളും കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് വളരെ ക്ലിയർ ആവും. അപ്പോൾ നമ്മൾ മെയിനായിട്ട് പഠിച്ചത് ദാറ്റ് ഈസ് എന്താണ്, ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന 2 എണ്ണമാണുള്ളത്. ദാറ്റ് ഈസ് നമ്മുടെ BSEയിൽ യൂസ് ചെയ്യുന്ന സെൻസെക്സ്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള സെൻസെക്സും ദാറ്റ് ഈസ് NSEയിൽ യൂസ് ചെയ്യുന്ന നിഫ്റ്റി അല്ലേ, ഓർമ്മയുണ്ടോ, S&P CNX നിഫ്റ്റി, അതാണ് ഫുള്ളായിട്ട് പറയാം, നമ്മൾ ഷോർട്ടായിട്ട് നിഫ്റ്റി എന്നാണ് പറയുക. അപ്പം BSEയിൽ യൂസ് ചെയ്യുന്ന സെൻസെക്സും NSEയിൽ യൂസ് ചെയ്യുന്ന നിഫ്റ്റിയും അതാണ് നമ്മുടെ ഇവിടുത്തെ. അതിപ്പോൾ അതിൻ്റെ കാൽക്കുലേഷനൊക്കെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്, ദാറ്റ് ഈസ് എക്സാമ്പിൾസ് ഫോർ സ്റ്റോക്ക് ഇൻഡെക്സ്. അപ്പോൾ ഈ സ്റ്റോക്ക് ഇൻഡെക്സ് എന്താണെന്ന് അറിഞ്ഞാലാണ് നമുക്ക് സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചർ എന്താണെന്ന് അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിന് ഇൻട്രൊഡക്ഷനായിട്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ആൻഡ് ലെറ്റ്സ് എക്സ്പ്ലെയിൻ വാട്ട് ഈസ് സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അണ്ടർലൈങ് അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് ഇൻഡെക്സ് ആയിരിക്കും എന്ന് പറഞ്ഞു. സ്റ്റോക്ക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ഏതാണ്, ഒന്നെങ്കിൽ BSEയുടെ സെൻസെക്സോ അല്ലെങ്കിൽ NSEയുടെ ഏതായിരിക്കും നിഫ്റ്റി.
ഇത് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് അവിടുത്തെ അണ്ടർലൈങ് നമ്മൾ അതിൻ്റെ മെഷറായിട്ട് എടുക്കുന്നത്. ഇനി എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചർ സിംപ്ലി മീൻസ് എ ഫ്യൂച്ചർ കോൺട്രാക്ട് ബേസ്ഡ് ഓൺ സ്റ്റോക്ക് ഇൻഡിസസ്. ഇതാണെന്നാണ് പറയുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്താണ്? ഇതൊരു ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ആണ്. അറിയാമല്ലോ നമുക്ക്. ഇറ്റ് ഈസ് എ ഫ്യൂച്ചർ കോൺട്രാക്ട്. എന്തുമായി ബേസ് ചെയ്തിട്ടുള്ളത്? ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ സ്റ്റോക്ക് ഇൻഡെക്സ്. നമ്മുടെ ഇവിടുത്തെ 2 സ്റ്റോക്ക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് നമ്മൾ പറഞ്ഞത്? ദാറ്റ് ഈസ് സെൻസെക്സും നിഫ്റ്റി. അപ്പോൾ സ്റ്റോക്ക് ഇൻഡിസസ് അഥവാ സ്റ്റോക്ക് ഇൻഡെക്സ് കേട്ടോ, ഇൻഡിസസ് ആണ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ്, അപ്പോൾ അത് നോട്ടായിട്ട് എഴുതിയെടുക്കാം. ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ കമ്മിറ്റ്മെൻറ്റ് ടു ബൈ. നിങ്ങൾക്ക് എഴുതിയെടുക്കാനാണ് ഞാൻ നിർത്തിയത്. അതായത് ചിലപ്പോൾ എനിക്ക് നോട്ട് അയച്ചു തരാൻ പറ്റില്ല, ഞാൻ പല സ്ഥലത്തും റെഫർ ചെയ്തിട്ടാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് എഴുതിയെടുക്കാം. ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ കമ്മിറ്റ്മെൻറ്റ് to buy or sell a portfolio of stocks. Portfolio എന്ന് പറഞ്ഞാൽ a group of stocks comprising the index at a further date. ഇതിനൊന്നും കൂടി വേഗം ഒന്ന് വായിച്ചു പോകാം. അപ്പോൾ അവിടെ ഫില്ല് ചെയ്യാനുള്ളവർ ഫില്ല് ചെയ്യുക. എന്താണ് സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ? സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചർ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ കമ്മിറ്റ്മെൻറ്റ് ടു ബൈ ഓർ സെൽ എ പോർട്ട്ഫോളിയോ ഓഫ് stocks comprising the index at a future date. ഓക്കെ, അപ്പോൾ നമുക്കതിനെ ഏറ്റവും ഷോർട്ടായിട്ട് പറയാം. ഇറ്റ് ഈസ് എ കോൺട്രാക്ട് to buy or sell the face value of a stock index. എന്താണെന്നാണ് പറയുന്നത്? ഇറ്റ് ഈസ് എ കോൺട്രാക്ട് ടു ബൈ ഓർ സെൽ ദി ഫേസ് വാല്യൂ ഓഫ് എ സ്റ്റോക്ക് ഇൻഡെക്സ്. സ്റ്റോക്ക് ഇൻഡെക്സിൻ്റെ ഫേസ് വാല്യൂവിൽ ബൈ ഓർ സെൽ ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റിനെ നമുക്ക് എന്ത് വിളിക്കാം? വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയാം. ഓക്കെ, ഇനി ഈ ഒരു സ്റ്റോക്ക് ഇൻഡെക്സ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ് അതിനകത്ത് നമ്മൾ നോക്കുന്നത്. അതായത് കൺസ്ട്രക്ഷൻ ഓഫ് എ സ്റ്റോക്ക് ഇൻഡെക്സ് ഇൻവോൾവ്സ്, ദാറ്റ് ഈസ് ഫസ്റ്റ് ഈസ് ഒരു സ്റ്റോക്ക് ഇൻഡെക്സ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ വരുന്നതാണ് പറയുന്നത്? ഇറ്റ് ഇൻവോൾവ്സ് സിലക്ടിങ് ഷെയർസ്, പിന്നെ their prices, ഷെയർസിൻ്റെ പ്രൈസസ്. Third is number of shares outstanding. ഞാൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഇങ്ങനെ എഴുതുന്നുണ്ട് കേട്ടോ, നിങ്ങളങ്ങനെ എഴുതിയിരുന്നത്, ഞാൻ എളുപ്പത്തിൽ എഴുതിയതാണ്, അങ്ങോട്ട് നീട്ടണ്ടല്ലോ വെച്ചിട്ട്. നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ്, ഇത് 3 ഉൾപ്പെടുത്തിക്കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ 3 കാര്യങ്ങൾ എന്തിനുണ്ടായിരിക്കും? ഒരു സ്റ്റോക്ക് ഇൻഡെക്സ് കൺസ്ട്രക്ട് ചെയ്യുമ്പോണ്ടായിരിക്കും. കൺസ്ട്രക്ഷൻ ഓഫ് സ്റ്റോക്ക് ഇൻഡെക്സ് ഇൻവോൾവ്സ് എന്തൊക്കെയാണ്? സിലക്ടിങ് ഷെയർസിൻ്റെ പ്രൈസസ് ആൻഡ് നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ്. ഓക്കെ, അപ്പോൾ അതായത് അതിൻ്റെ അർത്ഥം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഷെയറിൻ്റെ പ്രൈസിൽ വരുന്ന മാറ്റങ്ങളനുസരിച്ചിട്ട് വാല്യൂ ഓഫ് ദി ഇൻഡെക്സ് ഓൾസോ. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഷെയർസിൽ വില വ്യത്യാസം വരുന്നതിനനുസരിച്ചിട്ട് ഇൻഡെക്സിലും എന്ത് വരും? മാറ്റങ്ങൾ വരും. ഓക്കെ, അപ്പോൾ അതാണ് ദാറ്റ് ഈസ് നമുക്ക് അതിനെക്കുറിച്ച് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് പറയാമെന്ന് പറയുകയാണെങ്കിൽ സ്റ്റോക്ക് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഹൈപ്പോത്തറ്റിക്കൽ പ്രോഡക്റ്റ് എന്നാണ് പറയുന്നത്. എന്താണ് അതിനെക്കുറിച്ച് പറയണത്? ഇറ്റ് ഈസ് എ ഹൈപ്പോത്തറ്റിക്കൽ പ്രോഡക്റ്റ്. ഹൈപ്പോത്തറ്റിക്കൽ പ്രോഡക്റ്റ്. അതിനെക്കുറിച്ച് പറയാവുന്ന ഒരു പോയിൻ്റ് അതാണ്. ഇറ്റ് ഈസ് ഹൈപ്പോത്തറ്റിക്കൽ പ്രോഡക്റ്റ് ആണ്. അതായത് ഇത്രേ ഉള്ളൂ. ദാറ്റ് ഈസ് ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ ഫിസിക്കൽ ഫോം ഇല്ല അതിന്. ഇതും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഫിസിക്കലായില്ലാത്തൊരു സാധനത്തെ നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇറ്റ് ഈസ് എ നോൺ ഡെലിവറബിൾ അസറ്റ് ആണ്. നോൺ ഡെലിവറബിൾ അസറ്റ്. ഓക്കെ, അതേസമയം നമ്മൾ കമോഡിറ്റി നമ്മൾ പഠിച്ചിട്ടുള്ള ഫ്യൂച്ചറിൻ്റെ തന്നെ ടൈപ്സിലായിട്ടുള്ള കമോഡിറ്റി ആയാലും കറൻസി എടുത്താലും അല്ലേ, അതായത് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ തന്നെ കറൻസി എടുത്താലും നമുക്ക് ഡെലിവറി നടത്താനായിട്ട് പറ്റും. പക്ഷേ സ്റ്റോക്ക് ഇൻഡെക്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡെലിവറി ചെയ്യാനായിട്ട് കാണിക്കില്ല.
തിയറിറ്റിക്കലി നമ്മൾ പറയും ഇറ്റ് ഈസ് ഡെലിവറബിൾ എന്ന് തിയറിറ്റിക്കലി പറയും, പ്രാക്ടിക്കലി അതിൻ്റെ ഡെലിവറി പോസിബിൾ അല്ല. അതൊരു ഒരു ഇൻഡെക്സ് മെഷർമെൻറ്റ് കാണിക്കുന്നതാണ്, അതിന് നമുക്ക് അങ്ങനെ എടുത്ത് കൊടുക്കാൻ പറ്റില്ല. അത് നോക്കിയിട്ട് എന്ത് ചെയ്യാം, ഒക്കെ അത് ഫ്യൂച്ചർ കോൺട്രാക്റ്റുകൾ ചെയ്യാനേ സാധിക്കുള്ളൂ. അപ്പോൾ ഇതൊരിക്കലും എന്താണ്, അപ്പോൾ ഇത് മൂന്നും ഓർത്ത് വയ്ക്കുക. ഇറ്റ് ഈസ് എപ്പോഴും ഹൈപ്പോത്തറ്റിക്കലാണ്. ഇതിന് ഒരു എന്തില്ല, നോട്ട് ഹാവ് എ ഫിസിക്കൽ ഫോം, നോൺ ഡെലിവറബിൾ അസറ്റ്. ഇൻ തിയറി അനുസരിച്ച് ഇത് ഡെലിവറബിൾ അസറ്റ് നമ്മൾ പഠിച്ചാലും ഈ പ്രാക്ടിക്കൽ സെൻസിലെടുക്കുമ്പോൾ എന്താണ്, ഇറ്റ് കനോട്ട് ബി ട്രേഡ്, അല്ലെങ്കിൽ ഇറ്റ് കനോട്ട് ബി ഡെലിവേർഡ്, ട്രേഡ് അല്ല, ഡെലിവേർ ചെയ്യാനായിട്ട് നോൺ ഡെലിവറബിൾ പ്രോഡക്റ്റ് എന്നാണ് പറയുന്നത്. ക്ലിയർ? അപ്പോൾ അത്രയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാനുള്ളത്. ദാറ്റ് ഈസ് അബൌട്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ്. പിന്നെയും ഇതിൻ്റെ കുറേ ഉണ്ട് കേട്ടോ, അതിൻ്റെ യൂസസും കാര്യങ്ങളൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത്രയ്ക്ക് നമുക്ക് പോകണ്ട, നമുക്ക് എന്താണെന്നുള്ള അതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിലിൽ പഠിച്ചെടുക്കുക മാത്രമേ വേണ്ടൂ. അപ്പോൾ എന്താണ് നമ്മളതിൻ്റെ, അപ്പോൾ അതോടുകൂടി നമ്മുടെ ഫ്യൂച്ചർ എന്നുള്ള ഹെഡിങ്ങിൻ്റെ ഡിസ്കഷൻ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യം ഫോർവേഡ്സിൻ്റെ ഡിസ്കഷൻ കഴിഞ്ഞു, ഫ്യൂച്ചറിൻ്റെ ഡിസ്കഷൻ കഴിഞ്ഞു. ഇനി നമ്മുടെ മൂന്നാമത്തെ ബേസിസ് ആയിട്ടുള്ള ഏതാണ്? അപ്പോൾ ഇത് നിങ്ങൾ നോട്ടിലേക്ക് എഴുതിയെടുത്ത് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഞാൻ മാറി നിൽക്കാം കൃത്യമായിട്ട് കാണാനായിട്ട്. ക്ലിയർ? ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ടത് ദാറ്റ് ഈസ് അബൌട്ട് ദി തേർഡ്. ഏതാണ് തേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേർഡ് ബേസിസ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓപ്ഷൻസ്. ഇതാണ് ഓപ്ഷൻസ്. ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പോൾ ഞാൻ ചിലപ്പോൾ ക്ലാസ്സിൻ്റെ പേര് ഓപ്ഷൻസ് എന്നായിരിക്കും ഇടുക കേട്ടോ. കുറച്ച് അതിൽ ഫ്യൂച്ചറിനെ കുറിച്ച് പറഞ്ഞു പോയിട്ടുണ്ടെന്നേ ഉള്ളൂ. മെയിനായിട്ട് നമ്മൾ ഓപ്ഷനാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഓപ്ഷൻ. അപ്പോൾ നമ്മൾ മുൻപ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതായത് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ഓപ്ഷനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പറഞ്ഞു ഫോർവേഡിൻ്റെ ചില ഡിസഡ്വാൻറ്റേജസ് മറികടക്കാനായിട്ട് എന്ത് വന്നത്, ഫ്യൂച്ചർ വന്നത്. ഈ ഓപ്ഷൻ വന്ന് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഫോർവേഡിൻ്റെയും ഫ്യൂച്ചേഴ്സിൻ്റെയും ചില ഡിസഡ്വാൻറ്റേജ് രണ്ടും വന്നതിന് ശേഷം അതിനതിൻ്റേതായിട്ടുള്ള ചില ഡിസഡ്വാൻറ്റേജസുകൾ ഉണ്ടായിരുന്നു. ആ ഡിസഡ്വാൻറ്റേജസ് ഓവർകം ചെയ്യാനായിട്ട് വന്നിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് ആണ് ഇതെന്ന് പറയുന്നത് ഓപ്ഷൻസ്. ഓക്കെ, അപ്പോൾ അതാണ് മെയിൻ ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതായത് നമുക്ക് നമ്മുടെ ഫോർവേഡ് ആയാലും ഫ്യൂച്ചർ ആയിരുന്നാലും ശരി, നമുക്ക് അതായത് ഭാവിയിൽ എന്തെങ്കിലും നമ്മൾ പറഞ്ഞു ഏതാണോ കോൺട്രാക്റ്റിൻ്റെ സമയത്തുള്ള പ്രൈസ്, ആ പ്രൈസിലാണ് എന്ത് നടന്നിരുന്നത്, ആ ട്രേഡിങ് നടന്നിരുന്നത് അല്ലേ. പിൻകാലത്ത് വില കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഗുണമാണ്, പക്ഷേ വില കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അവർക്ക് ഇപ്പോൾ 100 റുപ്പീസിന് വെച്ചിട്ടുള്ളത് 1 മന്ത് കഴിഞ്ഞത് 90 ആയാലും കോൺട്രാക്ട് പ്രകാരം അത് 100 തന്നെ നടത്തണം. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് ആർക്ക് കിട്ടിയിരുന്നില്ല, ബയർക്ക് കിട്ടിയിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഡിസഡ്വാൻറ്റേജിന് മറികടക്കാനായിട്ടാണ് ഏത് വന്നത്, ദാറ്റ് ഈസ് ഈ ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി, ഓപ്ഷൻ ദാറ്റ് ഈസ് വന്നത് ദാറ്റ് ഈസ് ടു ഓവർകം ദി ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫോർവേഡ്സ് ആൻഡ് ഫ്യൂച്ചേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഓപ്ഷൻ എന്നുള്ളത് നമുക്ക് ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോകാം. ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും ദാറ്റ് സിംപ്ലസ്റ്റ് മീനിങ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ചോയ്സ് അഥവാ ഫ്രീഡം എന്നാണ് പറയുന്നത്. ചോയ്സ് ഓർ ഫ്രീഡം. നമ്മൾക്കറിയാം ഇംഗ്ലീഷിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വളരെ ഇതാണ്. ഇപ്പോൾ നിങ്ങളോട് തന്നെ ഓപ്ഷൻ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ, നിങ്ങൾക്ക് BBA ഫിനാൻസ് എടുക്കാം, BBA മാർക്കറ്റിംഗ് എടുക്കാം അല്ലേ, കൺസ്യൂമർ ബിഹേവിയർ എടുക്കാം. അപ്പോൾ നമുക്ക് BBA മാർക്കറ്റിംഗ് ഓർ ഫിനാൻസ് അല്ലേ എടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഓപ്ഷൻ, നിങ്ങളുടെ ഫ്രീഡം, നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് എടുക്കുക. അപ്പോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എന്താണ്, ഒരു ഫ്രീഡം അഥവാ ചോയ്സ് എന്നാണ് പറയണത്. അതായത് ഓപ്ഷൻ, അതായത് ഒരു ഓപ്ഷനെ കുറിച്ച്, അതായത് നമ്മുടെ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ മീൻസ് റൈറ്റ് വിതൗട്ട് ഒബ്ലിഗേഷൻ. ഓപ്ഷൻ നമ്മൾ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പറയുന്നത് റൈറ്റ് വിത്തൗട്ട് ഒബ്ലിഗേഷൻ. വിത്തൗട്ട് ഒബ്ലിഗേഷൻ, നമുക്കതിനൊരു റൈറ്റ് ഉണ്ട്, നമുക്ക് ചെയ്യാം ആ കാര്യം, പക്ഷേ അത് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല, നമ്മുടെ മേലെ അതൊരു ബാധ്യതയല്ല. നമുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ട. ക്ലിയർ ആയോ? അപ്പോൾ അതാണ് പറയുന്നത് ഓപ്ഷൻ മീൻസ് റൈറ്റ് വിത്തൗട്ട് ഒബ്ലിഗേഷൻ. അതായത് ഒന്നും കൂടി നമ്മൾ അതിൻ്റെ ഒരു മീനിങ്ങിലേക്ക്, ഡെഫിനിഷനിലേക്ക് പോകുകയാണെങ്കിൽ ആൻ ഓപ്ഷൻ ഈസ് എ കോൺട്രാക്ട്. നമുക്കറിയാം അല്ലേ, ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോൺട്രാക്റ്റ് ആണെന്ന്. അതായത് എല്ലാ ഡെറിവേറ്റീവ്സും കോൺട്രാക്റ്റുകളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് എ കോൺട്രാക്റ്റ് തന്നെയാണ്. ദാറ്റ് ഗീവ്സ് ദ ഹോൾഡർ എന്നാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ദാറ്റ് ഈസ് ഹോൾഡർ. ഹോൾഡറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ദാറ്റ് ഈസ് ഓണർ എന്ന് പറയുന്നത്. ഓണർ, ഹോൾഡർ, ദാറ്റ് ഈസ് ഓണർ എന്ന് പറയുന്നു.
അതായത് ഹോൾഡർ അഥവാ ഓണർ ദ റൈറ്റ് ബട്ട് നോട്ട് ദ ഒബ്ലിഗേഷൻ. ഈ ഓണർക്ക് അഥവാ ഹോൾഡർക്ക് എന്തുണ്ട്, അതിനുള്ള റൈറ്റ് ഉണ്ട്, അതിനുള്ള അവകാശമുണ്ട്. പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ എന്താണ്, അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ പറയുന്ന ചോയ്സ് എടുക്കാം, പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ ബാധ്യതയായി മാറുന്നില്ല. അതാണ് പറയുന്നത്. ഓണർ അഥവാ ഹോൾഡർ എന്തുണ്ട്, റൈറ്റ് ബട്ട് നോട്ട് ദ ഒബ്ലിഗേഷൻ എന്ത്, ടു ബൈ ഓർ സെൽ ആൻഡ് അണ്ടർലൈങ് അസെറ്റ്. എന്താണ്, ഒരു അണ്ടർലൈങ് അസെറ്റ് വിൽക്കാനോ വാങ്ങിക്കാനോ എന്തുണ്ട്, റൈറ്റ് ആർക്കുണ്ട്, ഓണർക്കുണ്ട്. പക്ഷേ അത് ഒരു നിർബന്ധവുമില്ല അയാളുടെ മേൽ അത് വിറ്റോളണം അല്ലെങ്കിൽ അത് വാങ്ങിച്ചോളണം എന്നൊരു നിർബന്ധവുമില്ല. മനസ്സിലാവും. അതാണ് വിത്തൗട്ട് ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത്. അണ്ടർലൈങ് അസെറ്റ് അറ്റ് എ സ്പെസിഫൈഡ് പ്രൈസ് ഓൺ ഓർ വിത്ത് ഇൻ എ സ്പെസിഫൈഡ് ഡേറ്റ് ഇൻ ദി ഫ്യൂച്ചർ. അപ്പോൾ ഒരു സ്പെസിഫൈഡ് പ്രൈസിൽ, അപ്പോൾ നമ്മൾ പറഞ്ഞു കോൺട്രാക്റ്റിൽ എപ്പോഴും ഒരു സ്പെസിഫൈഡ് പ്രൈസിൽ ഒരു ഫ്യൂച്ചർ ഡേറ്റിലേക്കാണ് കോൺട്രാക്റ്റ് വെക്കുക. അതായത് ആ ഡേറ്റ് എത്തുമ്പോൾ ആ പറയുന്ന പ്രൈസിൽ എന്ത് ചെയ്യണം, ബിഫോർ ദി എക്സ്പയറി അല്ലേ, എക്സ്പയറി കഴിയുന്നതിന് മുൻപ് ആ കോൺട്രാക്റ്റ് നമ്മൾ അതനുസരിച്ച് ചെയ്യണമെന്നാണ് ഫോർവേഡിലും ഫ്യൂച്ചറിലും പഠിക്കുന്നത്. പക്ഷേ ഓപ്ഷനിൽ എന്താണ്, നമ്മുടെ ഓണർക്ക് അഥവാ ഹോൾഡർക്ക് എന്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, വേണമെങ്കിൽ മതി, ഹി ക്യാൻ ടേക്ക് ദ ഓപ്ഷൻ അല്ലെങ്കിൽ ഹി ക്യാൻ ടേക്ക് ദ ഫ്രീഡം. അയാൾക്ക് ഫേവറബിൾ അല്ല എന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ഒരു നിബന്ധനയുമില്ല ആ കാര്യം ചെയ്യണം എന്നുള്ളത്. അതിനെയാണ് നമ്മൾ എന്ത് പറയണത്, ഓപ്ഷൻ എന്ന് പറയുന്നത്. ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ട് അയച്ചു തരാം. ആൻ ഓപ്ഷൻ ഈസ് എ കോൺട്രാക്ട് ദാറ്റ് ഗിവ്സ് ദ ഹോൾഡർ അഥവാ ഓണർ ദ റൈറ്റ് ബട്ട് നോട്ട് ദ ഒബ്ലിഗേഷൻ ടു ബൈ ഓർ സെൽ ആൻ അണ്ടർലൈങ് അസെറ്റ് അറ്റ് എ സ്പെസിഫൈഡ് പ്രൈസ് ഓൺ ഓർ വിത്ത് ഇൻ എ സ്പെസിഫൈഡ് ഡേറ്റ് അറ്റ് എ ഫ്യൂച്ചർ. ഇൻ ഫ്യൂച്ചർ. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷന് പറയാവുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റ് എന്നാണ് പറയുന്നത്. എന്താണ്, ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റ്. സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റ് എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്, ഓപ്ഷനെ കുറിച്ചിട്ട്. വിച്ച് ഗിവ്സ് ഇറ്റ്സ് ഹോൾഡർ, കണ്ടോ, വിച്ച് ഗിവ്സ് ഇറ്റ്സ് ഹോൾഡർ ദ റൈറ്റ് ബട്ട് നോട്ട് ദി ഒബ്ലിഗേഷൻ ടു ബൈ ഓർ സെൽ ആൻ അസെറ്റ് അറ്റ് എ ഫിക്സഡ് പ്രൈസ് അറ്റ് സം ഫ്യൂച്ചർ ഡേറ്റ്. ഇപ്പോൾ എല്ലാ കോൺട്രാക്റ്റുകളും ഒരു ഫിക്സഡ് പ്രൈസിലും ഫ്യൂച്ചർ ഡേറ്റിലേക്ക് തന്നെയാണ് വയ്ക്കുക. പക്ഷേ ഈ ഒരു ഓപ്ഷൻ്റെ പ്രത്യേകത അതെന്ത് ചെയ്യണം, നടത്തിക്കൊള്ളണമെന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അതിനെന്ത് പറയുന്നത്, ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയാനുള്ള കാരണം. ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിളൊക്കെ ഉണ്ട്. ഞാൻ എക്സാമ്പിളൊക്കെ നമുക്ക് അത്രയും ഡീറ്റെയിലൊന്നും ഇവിടെ പോകേണ്ട, പക്ഷേ ഞാൻ എക്സാമ്പിൾ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഫോട്ടോ അയച്ചു തരാം, നിങ്ങളത് വായിച്ചിട്ട്, അല്ലെങ്കിൽ വെറുതെ ലെങ്തി ആവുള്ളൂ നമ്മുടെ ക്ലാസ് കേട്ടോ. അപ്പോൾ ഇത്രയും വാട്ട് ഈസ് ഓപ്ഷൻ എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ അത് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇവിടെയാണത് പറഞ്ഞു പോകുന്നത്. ദാറ്റ് ഈസ് ഇത്രയും കാര്യങ്ങളും ആൻഡ് വാട്ട് ഈസ് ഓപ്ഷൻ എന്നുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ്, അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്ത് വെക്കാം, ദാറ്റ് ഈസ് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരാം. നിങ്ങൾ നന്നായി വായിച്ച് നോക്കിയിട്ട് നോട്ടിൽ, അല്ലാതെ ഇപ്പോൾ ഞാൻ പറയുമ്പോൾ എല്ലാവർക്കും അത് ഒരേ സെൻസിൽ തന്നെ മനസ്സിലായി എന്ന് വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ഇല്ലാത്ത കാരണം, ഇല്ലെങ്കിൽ ഞാനത് പറഞ്ഞു പോയേനെ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് വാട്ട് ഈസ് ഓപ്ഷൻ എന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ഡെറിവേറ്റീവ്സ് ഒക്കെ പഠിച്ച പോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ടത് ദാറ്റ് ഈസ് അബൌട്ട് ദി ഫീച്ചേഴ്സ്. ഇതിനെക്കുറിച്ചിട്ടാണ് നമുക്ക് പറയേണ്ടത്. ദാറ്റ് ഈസ് ഫീച്ചേഴ്സ് ഓഫ് ഓപ്ഷൻ. ഫീച്ചേഴ്സ് ഓഫ് ഓപ്ഷൻ. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഫസ്റ്റ് ഫീച്ചർ പറയുന്നത് ഇറ്റ് ഈസ് എ കോൺട്രാക്ച്വൽ എഗ്രിമെൻ്റ് ആണ്. അത് തന്നെ നമുക്ക് എഴുതാം, ഇറ്റ് ഈസ് എ കോൺട്രാക്ച്വൽ എഗ്രിമെൻറ്റ് ദാറ്റ് ഗിവ്സ്, പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണ്, ദാറ്റ് ഗിവ്സ് ദ ബയർ ദ റൈറ്റ് ബട്ട് നോട്ട് ദ ഒബ്ലിഗേഷൻ to buy or sell a specified asset at a specified price on or within a specified period. ഇപ്പോൾ നമ്മൾ what is എന്ന് പറഞ്ഞതിൻ്റെ തന്നെ അത് വൺ ഓഫ് ദി ഫീച്ചറായിട്ട് എഴുതിയിരിക്കുകയാണ്. ഇറ്റ് ഈസ് എ കോൺട്രാക്ച്വൽ എഗ്രിമെൻറ്റ്. ഇറ്റ് ഈസ് എ കോൺട്രാക്ച്വൽ എഗ്രിമെൻറ്റ്. എന്താണ് ആ എഗ്രിമെൻ്റ് പ്രത്യേകത? ദ ബയർ ഹാസ് ദ റൈറ്റ് ബട്ട് നോട്ട് ദ ഒബ്ലിഗേഷൻ. അതുകൂടി എഴുതി ചേർക്കണം, അപ്പോഴാണ് അത് ഫീച്ചർ ആവുള്ളൂ. ഇറ്റ്സ് എ കോൺട്രാക്ച്വൽ എഗ്രിമെൻറ്റ് ദാറ്റ് ഗിവ്സ് ബയർ the right but not the obligation to buy or sell the specified asset at a specified price on or within a specified period. Okay, that is the first feature. The second feature is that എന്താണ്, എല്ലാ കോൺട്രാക്റ്റുകളും പോലെ തന്നെ എന്തുണ്ടായിരിക്കും, there are two parties ഉണ്ടായിരിക്കും. That is the second feature. There are two parties ഉണ്ടായിരിക്കും. One എന്ന് പറയുന്നത് ആരായിരിക്കും, ബയറും. ബയറിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഹോൾഡർ അഥവാ ഓണർ എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ബയർ ഉണ്ടായിരിക്കും, ഹു ബൈസ് ദ റൈറ്റ്. സെക്കൻഡ് ഈസ് ദ റൈറ്റർ, ദാറ്റ് ഈസ് സെല്ലർ ഹു സെൽസ് ദ റൈറ്റ് ടു ബൈ ഓർ സെൽ ടു ദ ബയർ. അപ്പോൾ രണ്ട് പാർട്ടീസ് ഓർത്ത് വെച്ചാൽ മതി, നിങ്ങൾ ഭയങ്കര കോംപ്ലിക്കേഷനിലേക്കൊന്നും വേണ്ട. ടു പാർട്ടീസ് ഉണ്ടായിരിക്കും, ഒന്ന് ബയറും ഒന്ന് സെല്ലറും.
ബയറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഹോൾഡർ എന്ന് പറയണത് കേട്ടോ. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കാം. ആൻഡ് ദി തേർഡ് ഫീച്ചർ ഈസ് ദാറ്റ് ദി സെല്ലർ ഓഫ് ഓപ്ഷൻ സെൽസ് ദ റൈറ്റ് ടു ചൂസ് ടു ദ ബയർ ഇൻ റിട്ടേൺ ഫോർ എ പേയ്മെൻറ്റ് കോൾഡ് പ്രീമിയം. പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത, മൂന്നാമത്തെ അതിൻ്റെ ഫീച്ചറായിട്ട് പറയുന്നത്, അതിനകത്തൊരു ടേം ഉണ്ട്, ദാറ്റ് ഈസ് യൂസ്ഡ് ആസ് പ്രീമിയം. അപ്പോൾ നമ്മളിത് പറഞ്ഞു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും പ്രീമിയം എന്ന് നമ്മൾ എവിടെ യൂസ് ചെയ്യാറുള്ളത്, ഇൻഷുറൻസിൽ നമ്മൾ പറയുന്നൊരു ടേമാണ് അല്ലേ പ്രീമിയം. അപ്പോൾ നെക്സ്റ്റ് ഫീച്ചറാണ് ഇതിനകത്തൊരു ടേം ഉണ്ട്, ദാറ്റ് ഈസ് പ്രീമിയം എന്ന് പറയുന്നത്. പ്രീമിയം എന്താണെന്നാണ് പറയുന്നത്, സെല്ലർ ഓഫ് ഓപ്ഷൻ. അതായത് ഈ ഓപ്ഷൻ എന്ന് പറഞ്ഞ കോൺട്രാക്റ്റിൻ്റെ സെല്ലർ സെൽസ് എന്ത് ചെയ്യുന്നു, ചെയ്യുന്നു, വിൽക്കുന്നു. എന്താണ് വിൽക്കുന്നത്, ദ റൈറ്റ് ടു ചൂസ് ടു ദ ബയർ. എന്താണ്, ബയർക്ക് അത് വിൽക്കണോ വേണ്ടയോ എന്നുള്ള അതെന്ത് ചെയ്യുന്നു, അത് ആ ഒരു ഓപ്ഷൻ സെല്ലർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ബയർക്ക് അത് കൊടുക്കുമ്പോൾ ബയറുടെ കയ്യിൽ നിന്ന് എന്ത് കിട്ടുന്നു, ഒരു പേയ്മെൻറ്റ് കിട്ടുന്നു. ആ ബയറുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പേയ്മെൻറ്റിനെയാണ് എന്ത് വിളിക്കുന്നത്, പ്രീമിയം എന്ന് പറയുന്നത്. ഹെൻസ് അതുകൊണ്ട് തന്നെ നമ്മൾ പറയും ഓപ്ഷൻ ഈസ് സംവാട്ട്. അതാണ് നിങ്ങൾ മെയിനായിട്ട് ഫീച്ചറായിട്ട് എഴുതുന്നത്. ഇറ്റ് ഈസ് സംവാട്ട് ജസ്റ്റ് ലൈക്ക് ഓഫ് ഇൻഷുറൻസ്. അതായത് ഇൻഷുറൻസിലാണ് നമ്മൾ പ്രീമിയം എന്ന് പഠിക്കുന്നത് അല്ലേ. ഇത് ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഓഫ് ഇൻഷുറൻസ് പോലെയാണ് ഈ ഓപ്ഷൻ എന്നാണ് പറയുന്നത്. അതാണ് ദി സെല്ലർ ഓഫ് ഓപ്ഷൻ സെൽസ് ദ റൈറ്റ് ടു ചൂസ് ടു ദ ബയർ ഇൻ റിട്ടേൺ. അപ്പോൾ അതിന് ആ ഒരു ചോയ്സ് കൊടുക്കുന്നതിന് ബയറുടെ കയ്യിൽ നിന്നൊരു റിട്ടേൺ വാങ്ങിക്കുന്നുണ്ട്. ആ റിട്ടേൺ ഒരു പേയ്മെൻ്റ് ആയിട്ട്, ആ പേയ്മെൻറ്റിനെയാണ് പ്രീമിയം എന്ന് പറയുന്നത്. ആ പ്രീമിയം എന്നുള്ള ടേം അവിടെ വന്നതുകൊണ്ട് തന്നെ എന്താണ് ഇത് എന്തിനോട് സിമിലറാണ്, ഇൻഷുറൻസിനോട് സിമിലറാണ്. ക്ലിയർ. ആൻഡ് ദി ഫോർത്ത് ഫീച്ചർ എന്താണ്, ദി ബയർ ഓഫ് ദ ഓപ്ഷൻ എന്ത് ചെയ്യാം, മേ എക്സസൈസ് ഹിസ് റൈറ്റ് ഓർ മേ നോട്ട് എക്സസൈസ് ഹിസ് റൈറ്റ്. അപ്പോൾ മേ എക്സസൈസ് ഓർ മേ നോട്ട്. അപ്പോൾ നെക്സ്റ്റ് ഫീച്ചറായിട്ട് പറയുന്നത് എന്താണ്, മേ എക്സസൈസ് ഓർ മേ നോട്ട്. ആര്, ദാറ്റ് ഈസ് ബയർ. ബയർക്ക് വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്യേണ്ട. അതാണ് ദ ബയർ ഓഫ് ദി ഓപ്ഷൻ മേ എക്സസൈസ് ഹിസ് റൈറ്റ് ടു ബൈ ഓർ നോട്ട് ഹിസ് റൈറ്റ് ഓർ മേ നോട്ട് എക്സസൈസ് ഹിസ് റൈറ്റ് എന്നാണ്. അതായത് അദ്ദേഹം ആ ഒരു റൈറ്റ് എപ്പോൾ മാത്രമേ നടപ്പിലാക്കൂ, ഒരാളൊരു കാര്യം നടപ്പിലാക്കണമെങ്കിൽ എന്താണ്, ആ ബയർ നടപ്പിലാക്കണമെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി ബെനിഫിഷ്യൽ ടു ഹിം. അയാൾക്ക് അത് ബെനിഫിഷ്യൽ അല്ല എങ്കിൽ എന്ത് ചെയ്യാം, ഓപ്ഷനിൽ എന്ന് പറഞ്ഞാൽ കോൺട്രാക്റ്റിലാണ് ആ ഒരു ബെനിഫിറ്റ് കിട്ടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അയാൾക്ക് അത് ബെനിഫിഷ്യൽ അല്ല എങ്കിൽ ബയർക്ക് എന്ത് ചെയ്യേണ്ട, കോൺട്രാക്റ്റ് നടപ്പിലാക്കാൻ. ക്ലിയർ. അപ്പോൾ അതാണ് പറയുന്നത്, ഹി വിൽ എക്സസൈസ്, ഹി ഓർ ഷീ ആരായാലും ശരി, വിൽ എക്സസൈസ് ഹിസ് ഓർ ഹെർ റൈറ്റ് ഓൺലി വെൻ ഇറ്റ് ഈസ് ബെനിഫിഷ്യൽ ടു the party. He or she shall not exercise the option എന്താണ്, when it is not beneficial അല്ലെങ്കിൽ അതത് കൃത്യമായിട്ട് ചെയ്യില്ല. പക്ഷേ ഒരു കുഴപ്പം എന്താണ്, നമ്മുടെ സെല്ലറുടെ നമ്മുടെ കയ്യിൽ നിന്നൊരു പ്രീമിയം വാങ്ങി വെച്ചിട്ടുണ്ട് അല്ലേ, ബയറുടെ കയ്യിൽ നിന്ന്. ആ പ്രീമിയം നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നു, നഷ്ടപ്പെടും. അപ്പോൾ അതാണ് ഒരു കോൺട്രാക്റ്റ് നടപ്പിലാക്കിയില്ലെങ്കിൽ അതുകൊണ്ടുള്ള ഒരു കോമ്പൻസേഷൻ എന്ന് പറയുന്നത് ബയർ കൊടുക്കുന്ന ആ പ്രീമിയമാണ്. അപ്പോൾ അത് നടപ്പിലാക്കിയില്ലെങ്കിൽ സെല്ലർക്ക് അതിൻ്റെ ആ പ്രീമിയം എമൗണ്ട് കയ്യിലിരിക്കും, ബയർക്ക് പിന്നെ തിരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ വൺ ഓഫ് ദി നെക്സ്റ്റ് ഫീച്ചറായിട്ട് പറയുന്നത്, ദ ബയർ മേ എക്സസൈസ് ഓർ മേ നോട്ട് എക്സസൈസ് ഹിസ് റൈറ്റ്. ക്ലിയർ. ആൻഡ് ദി ഫിഫ്ത്ത്, അപ്പോൾ ഞാൻ ഈ 4 പോയിൻറ്റ്സ് നിങ്ങൾ എഴുതി കാണുന്നതായിരിക്കുന്നു. ആൻഡ് ദി ഫിഫ്ത്ത് ക്യാരക്ടറിസ്റ്റിക്സ് അഥവാ ഫീച്ചറായിട്ട് പറയുന്നത്, ദാറ്റ് ഈസ് എന്താണ്, ദ സെല്ലർ ഹാസ് നോ ചോയ്സ്. ആർക്കും അവിടെ ചോയ്സ് അല്ലേ. ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മീനിങ് പറഞ്ഞു, എന്താണ് ഓപ്ഷൻ ഓർ ഫ്രീഡം, ചോയ്സ് ഓർ ഫ്രീഡം എന്ന് പറഞ്ഞു. ഇവിടെ ദാറ്റ് ഈസ് ഫിഫ്ത്ത് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്, സെല്ലറിന് ഇങ്ങനൊരു കുഴപ്പമില്ല, ദ സെല്ലർ ഹാസ് നോ ചോയ്സ്. ഇവിടെ ആർക്കാ ചോയ്സ് കിട്ടുന്നത്, ഹാസ് നോ ചോയ്സ്. ദാറ്റ് ഈസ് ദ ഫിഫ്ത്ത് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പറയാം. ദാറ്റ് ഈസ് ദ സെല്ലർ ഹാസ് നോ ചോയ്സ്. ഹി ഹാസ് നോ ചോയ്സ്, അത് ഹി ഹാസ് നോ റൈറ്റ് ഇല്ല. അതായത് ഹി ഹാസ് ഓൺലി ഒബ്ലിഗേഷൻ. സെല്ലർക്ക് എന്ത് മാത്രമേ ഉള്ളൂ, സെല്ലർക്ക് ഒബ്ലിഗേഷനാണ്, സെല്ലർക്ക് അതൊരു ലയബിലിറ്റിയാണ് കേട്ടോ. സെല്ലറിനെ സംബന്ധിച്ച് റൈറ്റ് എന്ന് പറയുന്നത് സെല്ലർക്ക് ഉണ്ടാവില്ല, അത് ബയർ മാത്രം എൻജോയ് ചെയ്യുന്ന ഒരു ഫ്രീഡമാണ്. ദാറ്റ് ഈസ് എന്താണ്, ദാറ്റ് ഈസ് വൺ ഓഫ് ദി ഫീച്ചറായിട്ട് നമുക്ക് പറയാം. പിന്നെന്താണ് നെക്സ്റ്റ് പറയുന്നത്, ദർ ആർ 2 types ഓഫ് എന്തുണ്ട്, ഓപ്ഷൻ. 2 types ഓഫ് ഓപ്ഷൻസ് ഉണ്ട്. 2 types ഓഫ് ഓപ്ഷൻസ്. 2 types ഓഫ് ഓപ്ഷൻ. ദാറ്റ് ഈസ് ഫസ്റ്റ് ഈസ് കോൾ ഓപ്ഷൻ ആൻഡ് ദി സെക്കൻഡ് ഈസ് പുട്ട് ഓപ്ഷൻ. കോൾ ഓപ്ഷൻ ആൻഡ് പുട്ട് ഓപ്ഷൻ. അപ്പോൾ അത് അതിൻ്റെ ഫീച്ചറായിട്ട് നമുക്ക് എഴുതാം. നമുക്ക് അതിൻ്റെ ഡീറ്റെയിലേക്കൊന്നും പോകണ്ട, ശരിക്കും അതൊക്കെ പ്രോബ്ലം വൈസ് ഒക്കെ ചില ചോദിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ദർ ആർ 2 types ഓഫ് ഓപ്ഷൻ ആണുള്ളത്. ഒന്ന് കോൾ ഓപ്ഷൻ ആൻഡ് സെക്കൻഡ് ഇസ് PUT കേട്ടോ, പുട്ട് ഓപ്ഷൻ. അപ്പോൾ അതും വൺ ഓഫ് ദി ഫീച്ചറായിട്ട് പറയാം. ആൻഡ് ദി 7th ഫീച്ചറായിട്ട് പറയുന്നത് എന്താണ്, ദ ബയർ ഓഫ് ഓപ്ഷൻ ഷുഡ് എക്സസൈസ് ഹിസ് ഓർ ഹെർ റൈറ്റ് അറ്റ് എനി ടൈം ഡ്യൂറിങ് ദ പീരിയഡ് ഓഫ് കോൺട്രാക്ട്. അതതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് എന്ന് തൊട്ടാണ് ആ കോൺട്രാക്ട് ഉണ്ടാക്കിയത്, എന്നാണ്
ആ കോൺട്രാക്റ്റ് അവസാനിക്കും. അതിൻ്റെ ഉള്ളിൽ ഏത് സമയത്ത് വേണമെങ്കിലും ബയർക്ക് ആ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അതായത് ആ റൈറ്റ് ഉണ്ടല്ലോ, ചോയ്സ് അല്ലെങ്കിൽ ഫ്രീഡം, അത് എന്ന് വേണമെങ്കിൽ ബയർക്ക് നടപ്പിലാക്കാം. അപ്പോൾ എന്താണ്, ബയർ ഓഫ് ഓപ്ഷൻ ഷുഡ് എക്സൈസ് ഹിസ് റൈറ്റ് അറ്റ് എനി ടൈം. അപ്പോൾ ഞാൻ ഫുള്ള് ഇങ്ങനെ എഴുതുന്നില്ല, കാരണം ഫുള്ള് എഴുതിയാൽ നമുക്ക് അത്രയും നീട്ടി എഴുതാൻ പറ്റില്ല. അപ്പോൾ ശ്രദ്ധിക്കുക ക്ലാസ്. ദ ബയർ ഓഫ് ദി ഓപ്ഷൻ ഷുഡ് എക്സസൈസ് ഹിസ് ഓർ ഹെർ റൈറ്റ് അറ്റ് എനി ടൈം ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് കോൺട്രാക്ട്. കോൺട്രാക്റ്റിൻ്റെ പീരീഡിൽ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും അത് നടപ്പിലാക്കാം. ദാറ്റ് ഈസ് അറ്റ് എനി ടൈം ബിറ്റ്വീൻ ദി സൈനിങ് ഓഫ് ദ കോൺട്രാക്ട് ആൻഡ് എക്സ്പയറി ഓഫ് ദി കോൺട്രാക്ട്. ഇത് കോൺട്രാക്ട് സൈൻ ചെയ്ത് അന്ന് തൊട്ട് എന്നാണ് ഈ കോൺട്രാക്ട് എക്സ്പയറി ആവുന്നത്, ആ ഡേറ്റിൽ ഏത് ദിവസം വേണമെങ്കിലും ബയർക്ക് ബയറുടെ ആ ഒരു ഫ്രീഡം എന്ത് ചെയ്യാം, എക്സസൈസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ വൺ ഓഫ് ദി ഫീച്ചറായിട്ട് നമുക്ക് പറയാം. അതിനെ നമ്മൾ കൂടുതൽ പഠിച്ചു വരും കേട്ടോ. അതായത് അമേരിക്കൻ സ്റ്റൈൽ എന്നൊക്കെയാണ് അതിനെ പറയുന്നത്. അപ്പോൾ നമുക്കത് കൂടുതൽ പഠിക്കാനുണ്ട്. അതിന് ആ ഒരു ഏത് സമയത്തും ചെയ്യുന്നതിനെയാണ് അമേരിക്കൻ സ്റ്റൈൽ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ ആ ഒരു സ്റ്റൈലാണ് അഡോപ്റ്റ് ചെയ്യുന്നത് കേട്ടോ. സ്റ്റോക്ക് ഓപ്ഷനിൽ അമേരിക്കൻ സ്റ്റൈലും പിന്നെ എന്താണ് ബെർമൂഡൻ സ്റ്റൈല്, പിന്നെ അങ്ങനെ അതൊക്കെ നമ്മളിനി നമുക്ക് വരുന്നുണ്ട് പഠിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ എന്തായാലും ഇന്ത്യ ഫോളോ ചെയ്യുന്നത് അമേരിക്കൻ സ്റ്റൈലാണ്. ഇത്രയും ദിവസത്തിനുള്ളിൽ ഏത് ദിവസത്തിൽ വേണമെങ്കിലും ബയർക്ക് അദ്ദേഹത്തിൻ്റെ റൈറ്റ് നടപ്പിലാക്കാം. ഇനി എന്താണ്, നമ്മൾ അതിൻ്റെ കൂടെ ഒപ്പം കുറച്ച് കാര്യങ്ങൾ പഠിച്ചു പോവാണ്. ഈ ഒരു പീരീഡ് ഉണ്ടല്ലോ, അതായത് ദാറ്റ് ഈസ് സൈനിങ് ദ കോൺട്രാക്റ്റ് തൊട്ട് എക്സ്പയറി വരെയുള്ള ആ ഡേറ്റിനെ വിളിക്കുന്നതാണ് എക്സ്പയറേഷൻ ഡേറ്റ്. നമ്മൾ ടേംസ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും, എന്നാലും ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു പോവുകയാണ്. ആ സൈൻ ചെയ്യുന്ന അന്ന് തൊട്ടിട്ട് എന്നാണ് ഇത് എക്സ്പയറി ആകുന്നത് അതുവരെയുള്ള ആ പീരീഡിനെ നമ്മൾ വിളിക്കുന്നത് എക്സ്പയറേഷൻ പീരീഡ് എന്നുള്ളതാണ് കേട്ടോ. ആൻഡ് ആ വിത്തിൻ ആ ടൈമിൽ കഴിഞ്ഞില്ലെങ്കിൽ സാധാരണ എല്ലാ കോൺട്രാക്റ്റുകൾ പോലെ തന്നെ ആ കോൺട്രാക്ട് ഗെറ്റ്സ് എക്സ്പയർഡ് ആണ്. കോൺട്രാക്റ്റ് എക്സ്പയറി ആകും കേട്ടോ. അപ്പോൾ നമ്മൾ പഠിച്ചത് ഫോർവേഡ് ആൻഡ് ഫ്യൂച്ചറിൽ നിന്നും കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ആൻഡ് ദി 8th ഫീച്ചറായിട്ട് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് 8th ഫീച്ചർ, ദ സ്പെസിഫൈഡ് ഓർ എഗ്രീഡ് പ്രൈസ് അറ്റ് വിച്ച് ദ ഓണർ ഈസ് അലൗഡ് ടു ബൈ ഓർ സെൽ ദ സ്പെസിഫൈഡ് ആസ് ഇറ്റ് ഈസ് കോൾഡ് ദി എക്സസൈസ് ഓർ സ്ട്രൈക്ക് പ്രൈസ്. അപ്പോൾ ഇത് നമ്മൾ ടേമിൽ വീണ്ടും പഠിക്കും, എന്നാലും നമ്മൾ പറയുകയാണ് ഇതിൻ്റെ വൺ ഓഫ് ദ ഫീച്ചറാണ്. ഇതിനകത്ത് എന്തുണ്ട്, ഒരു എക്സസൈസ് പ്രൈസ് അഥവാ എക്സസൈസ് പ്രൈസ് ഓർ സ്ട്രൈക്ക് പ്രൈസ്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അതായത് നമ്മളെ ഒരു എഗ്രി ചെയ്യുന്ന ആ പ്രൈസിനെ ഓപ്ഷനിൽ വിളിക്കുന്നതാണ്. ഒന്നുകിൽ അത് എക്സസൈസ് പ്രൈസ് എന്നോ അല്ലെങ്കിൽ അതിന് സ്ട്രൈക്ക് പ്രൈസ് എന്നോ വരും. ഇറ്റ് ഈസ് ദ പ്രൈസ് അറ്റ് വിച്ച് ദി ഓപ്ഷൻ ഈസ് എക്സസൈസ്ഡ്. ഓപ്ഷൻ എക്സസൈസ് ചെയ്യുന്നത് ഏത് പ്രൈസിലാണെങ്കിൽ ഓപ്ഷൻ നടപ്പിലാക്കുന്നത് ഏത് പ്രൈസിലാണോ അത്രയുള്ള ഓർത്ത് വെച്ചാൽ മതി. ആ ഓപ്ഷൻ ഏത് പ്രൈസിലാണോ നടപ്പിലാക്കുന്നത് ആ പ്രൈസിനെയാണ് നമ്മൾ എക്സസൈസ് പ്രൈസ് അഥവാ സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ അതിൻ്റെ ടേംസ് പഠിക്കും. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിലേക്ക് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയാണ് ദീസ് ആർ ഓൾ ദി ഫീച്ചേഴ്സ് ഓഫ് എന്താണെന്ന് പറയാം, നമുക്ക് ഓപ്ഷൻ്റെ ഫീച്ചേഴ്സ് ആണെന്ന് പറയാം. അപ്പോൾ എന്തൊക്കെയായിരുന്നു, ഫസ്റ്റ് ഇതൊരു കോൺട്രാക്ച്വൽ എഗ്രിമെൻ്റ് ആണെന്ന് പറഞ്ഞു, 2 പാർട്ടീസാണ് ഇതിനകത്ത് ഉണ്ടാകുക എന്നുള്ളത് പറഞ്ഞു. സെല്ലർ ഓഫ് ദി ഓപ്ഷന് ആ ഒരു റിട്ടേൺ ആയിട്ട് ബയർ കൊടുക്കുന്നതിന് നമ്മൾ പ്രീമിയം എന്ന് പറയുന്നു. പിന്നെ ബയർക്ക് എന്തിനുള്ള ഓപ്ഷൻ ഉണ്ട്, മേ നോട്ട് എക്സസൈസ് ഹിസ് റൈറ്റ്. ഫേവറബിൾ ആണെങ്കിൽ മാത്രമാണ് ബയർ അത് എക്സസൈസ് ചെയ്യുള്ളൂ, അൺഫേവറബിൾ ആണെങ്കിൽ അത് ചെയ്യില്ല എന്ന് നമ്മൾ പറഞ്ഞു. സെല്ലർക്ക് ഇങ്ങനെ ഒരു ചോയ്സ് ഇല്ല, ഹി ഓർ ഷി ഹാസ് ഓൺലി ദ ഒബ്ലിഗേഷനേ ഉണ്ടായിരിക്കുള്ളൂ. രണ്ട് ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു, കോൾ ആൻഡ് പുട്ട് ഓപ്ഷൻ. പിന്നെ എന്ത് ചെയ്യാം, അറ്റ് എനി ടൈമിൽ ബയർക്ക് ബയറുടെ ഈ ഓപ്ഷൻ എക്സസൈസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഒരു കാലയളവിനെ നമ്മൾ എക്സ്പയറേഷൻ പീരീഡ് എന്ന് പറയുന്നു. പിന്നെ എന്താണ്, ആ കോൺട്രാക്റ്റ് നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ ഏത് പ്രൈസിനാണെങ്കിൽ ഏത് എമൗണ്ടിനാണ് നടപ്പിലാക്കുന്നത് ആ എമൗണ്ടിനെ നമ്മൾ എക്സസൈസ് പ്രൈസ് അഥവാ സ്ട്രൈക്ക് പ്രൈസ്. ഇതൊക്കെ നമുക്ക് എന്തായിട്ട് എഴുതാം, ഇതിൻ്റെ ഫീച്ചേഴ്സുകളായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ക്ലിയർ. ആൻഡ് നെക്സ്റ്റ് ദാറ്റ് വി ഹാവ് ടു ഡിസ്കസ് ഈസ് അബൌട്ട് ദി പാർട്ടീസ് ടു ഓപ്ഷൻ കോൺട്രാക്ട്. എന്നാണ് പാർട്ടീസ് ടു ഓപ്ഷൻ കോൺട്രാക്ട്. ആരൊക്കെയാണ് ഇതിൽ ഇൻവോൾവ്, പാർട്ടീസ്. അപ്പോൾ മെയിനായിട്ട് മനസ്സിലാക്കുക, 2 പാർട്ടീസാണ് ഉണ്ടായിരിക്കുക ഓപ്ഷൻ കോൺട്രാക്ട് നടപ്പിലാക്കാനായിട്ട്. ഫസ്റ്റ് ഈസ് പർച്ചേസർ, അതായത് ഇൻവെസ്റ്റർ കേട്ടോ, ഇൻവെസ്റ്ററും. സെക്കൻഡ് ഈസ് ദാറ്റ് ഈസ് ആരായിരിക്കും, റൈറ്റർ അഥവാ സെല്ലർ. അഗ്രിമെൻ്റ് എഴുതുന്ന ആൾ, അതാണ് ദാറ്റ് ഈസ്
പർച്ചേസ്. അപ്പോൾ രണ്ട് പാർട്ടീസേ ഓപ്ഷൻ കോൺട്രാക്റ്റ് ഉണ്ടാകുള്ളൂ. ഫസ്റ്റ് ഈസ് പർച്ചേസർ ഓർ ഇൻവെസ്റ്റർ. ഇനി ആരാണ് ഈ പർച്ചേസർ എന്ന് പറയുന്നത്? ഹീ ഈസ് ദ പേഴ്സൺ ഹു ബൈസ് ദ ഓപ്ഷൻ. ശരിയല്ലേ? പർച്ചേസർ ഹു ബൈസ് ദ ഓപ്ഷൻ, ഹീ ഈസ് ദി ഓണർ. അതുകൊണ്ട് ഇൻവെസ്റ്റർ നമ്മൾ പറഞ്ഞിരുന്നു ഹോൾഡർ, ഓണർ എന്നൊക്കെയാണ് പറയുന്നത്. കാരണം ഇത് ഈ കോൺട്രാക്റ്റ് പ്രകാരം അയാളത് വാങ്ങിക്കും. അപ്പോൾ ഹീ ഈസ് ദ ഓണർ ഓഫ് ദി ഓപ്ഷൻ എന്ന് പറയാം. അതായത് ഓപ്ഷൻ്റെ ഓപ്ഷൻ്റെ ഓണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ആർക്കേ കിട്ടുള്ളൂ? ഈ പർച്ചേസർക്കേ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് നമ്മൾ വിളിക്കുന്നത് ദാറ്റ് ഈസ് ഓണർ എന്നും പറയുന്നു. അദ്ദേഹം ആയിരിക്കും ഓപ്ഷൻ്റെ ഓണർ. ഹി ഹാസ് ദ, അദ്ദേഹത്തിനായിരിക്കും എന്തുണ്ടായിരിക്കുക? ഹി ഓർ ഷീ ഹാസ് ദ റൈറ്റ് ഉണ്ടാകുക. ആർക്കായിരിക്കും? ഓണർക്കാണ് ഉണ്ടായിരിക്കുക. ബട്ട് എന്തുണ്ടായിരിക്കില്ല? ബട്ട് ഹി ഓർ ഷീ ഡസ് നോട്ട് ഹാവ് എനി ഒബ്ലിഗേഷൻ ഉണ്ടായിരിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കാം. ആൻഡ് ദ ബയർ അഥവാ പർച്ചേസർ ഓർ ഇൻവെസ്റ്റർ ഓർ ഓണർ ഏത് പേരിൽ പറഞ്ഞാലും അവർക്കാണ് എന്തുണ്ടായിരിക്കുക? ദാറ്റ് ഈസ് the right to exercise or not to exercise എന്നുള്ള റൈറ്റ് ഉണ്ടായിരിക്കുക കേട്ടോ. He or she may exercise the option or may not exercise the option and he or she always takes the long position. നമ്മൾ പറഞ്ഞതാണല്ലേ, ബയർക്ക് അഥവാ പർച്ചേസർ ലോങ് പൊസിഷനാണ് എടുക്കുക. അപ്പോൾ അതത്രയാണ് ദാറ്റ് ഈസ് പർച്ചേസറിനെ കുറിച്ച് പറയാറുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? ഹു ബൈസ് ദ ഓപ്ഷൻ, ഒരു പോയിൻ്റായിട്ട് എഴുതുക. ഹു ബൈസ് ദ ഓപ്ഷൻ, അവരെയാണ് പർച്ചേസർ എന്ന് പറയുന്നത്. ഹീ ഈസ് ദ ഓണർ ഓഫ് ദി ഓപ്ഷനാണ്, ഓപ്ഷൻ്റെ ഓണറാണ് പർച്ചേസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആൻഡ് ദി ഓണർ അഥവാ പർച്ചേസറിന് എന്താണ്? ഹാസ് ദ റൈറ്റ് ടു എക്സസൈസ് ദി ഓപ്ഷൻ. അദ്ദേഹത്തിനാണ് ഓപ്ഷൻ എക്സസൈസ് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളത്. അതേസമയം എന്തുണ്ടാവില്ല? ബട്ട് ദ പർച്ചേസർ ഡസ് നോട്ട് ഹാവ് എനി ഒബ്ലിഗേഷൻ. പർച്ചേസർക്ക് എന്തുണ്ടായിരിക്കില്ല? ഒബ്ലിഗേഷൻ ഉണ്ടായിരിക്കില്ല. അപ്പോൾ 1/1 ആയിട്ട് ഇങ്ങനെ എഴുതി വെക്കുക കേട്ടോ താഴത്തേക്ക്. അതായത് ദാറ്റ് ഇറ്റ് മീൻസ് ദാറ്റ് ദി പർച്ചേസർ മേ എക്സസൈസ് ദ ഓപ്ഷൻ ഓർ മേ നോട്ട് എക്സസൈസ് ദി ഓപ്ഷൻ. വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ ചെയ്യാതിരിക്കാം. ആൻഡ് ദ പർച്ചേസർ ഓൾവേസ് ടേക്സ് ദി ലോങ് പൊസിഷൻ. എന്ത് പൊസിഷൻ എടുക്കാം? ലോങ് പൊസിഷൻ. ഇത്രയാണ് പർച്ചേസറിനെ കുറിച്ച് പറയാൻ. ഇനി രണ്ടാമത്തെ പാർട്ടി ആരാണ്? റൈറ്റർ അഥവാ സെല്ലർ എന്നാണ് പറയുന്നത്. സെല്ലർ ഈസ് ദ പേഴ്സൺ ഹു സെൽസ് ദി ഓപ്ഷൻ. കറക്റ്റ് അല്ലേ? Seller is the person who sells the option. When buyer exercises his right, the writer has the obligation. Writerക്ക് എന്തുണ്ടായിരിക്കുക? The writer has the obligation to perform the contract. ബയർ അദ്ദേഹത്തെ എക്സസൈസ് ചെയ്തു എങ്കിൽ ഉടനടി സെല്ലർക്ക് എന്ത് വന്നു? സെല്ലറുടെ ഭാഗത്തുനിന്നുള്ള ഒരു സെല്ലർക്ക് ആ ചുമതലയുണ്ട് ആ കോൺട്രാക്റ്റ് ഫുൾഫിൽ ചെയ്യാനുള്ളത്. ആ സംഭവം ചെയ്യേണ്ടതായിട്ട് വരും. മനസ്സിലാക്കി വെക്കാം. വെൻ ദ ബയർ exercise the right, the writer has the obligation to perform. Therefore ഈ റൈറ്റർക്ക് എപ്പോഴും എന്തുണ്ടായിരിക്കും? ഹൈ റിസ്ക് ഉണ്ടായിരിക്കും. റൈറ്റർ ഹാസ് ഓൾവേസ് ഹാവിങ് ഹൈ റിസ്ക്. കാരണം അതൊരു ബാധ്യത, ഒരു റിസ്ക് ഉണ്ടെങ്കിൽ, ഒരു ലയബിലിറ്റി ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബാധ്യതയാണെങ്കിൽ അവിടെ റിസ്ക് ഉണ്ട് അല്ലേ? അപ്പോൾ അവിടെ എപ്പോഴും എന്തുണ്ടായിരിക്കും? റൈറ്റർക്കൊരു റിസ്ക് ഉണ്ടായിരിക്കും. ആൻഡ് ടേക്ക് ദി ഏത് പൊസിഷൻ എടുക്കാം? ദാറ്റ് ഈസ് ഷോർട്ട് പൊസിഷൻ. സെല്ലർ എപ്പോഴും ഷോർട്ട് പൊസിഷൻ നമ്മൾ പറഞ്ഞതാണ് അല്ലേ? സെല്ലർ അപ്പോൾ അവിടെ എടുക്കുന്നത് ഷോർട്ട് പൊസിഷനാണ്. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് ദാറ്റ് ഈസ് പാർട്ടീസ് ടു ദി ഓപ്ഷൻ കോൺട്രാക്ട്സ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി നമുക്ക് നെക്സ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് ദാറ്റ് ഈസ് അബൌട്ട് ദി what are the important terms? What are the important terms used in options? അധികമില്ല കേട്ടോ, നമുക്കധികം കുറേ ടേംസ് ഒന്നുമില്ല. അതിൽ യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ടേംസ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ടേമാണ് ദാറ്റ് ഈസ് എക്സസൈസ് പ്രൈസ്. എക്സൈസ് പ്രൈസ്. ഓക്കെ, അപ്പോൾ എന്താണ് സ്ട്രൈക്ക് പ്രൈസ്? അഥവാ നമ്മൾ ഒന്നും കൂടി പറയുകയാണെങ്കിൽ അതിന് സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയും കേട്ടോ. സ്ട്രൈക്ക് പ്രൈസ് എന്താണ്? സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറഞ്ഞത് ദ പ്രൈസ് സ്പെസിഫൈഡ് ഇൻ ദി ഓപ്ഷൻ കോൺട്രാക്ട് ഈസ് കോൾഡ് സ്ട്രൈക്ക് പ്രൈസ്. സ്ട്രൈക്ക് അതായത് നമ്മുടെ ഓപ്ഷനിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള പ്രൈസിനെയാണ് എന്ത് വിളിക്കുന്നത്? സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഫിക്സഡ് പ്രൈസ് അറ്റ് വിച്ച് ദി ഓണർ ക്യാൻ ബൈ ഓർ സെൽ ദി അസറ്റ്. ഓണർക്ക് അത് ആ ഒരു അസറ്റ് വിൽക്കാനോ വാങ്ങാനോ ഉള്ള ആ ഫിക്സഡ് പ്രൈസിനെയാണ് എന്ത് വിളിക്കുന്നത്? സ്ട്രൈക്ക് പ്രൈസ്. അപ്പോൾ സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ട്രൈക്ക് പ്രൈസ് എന്നാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പ്രൈസ് സ്പെസിഫൈഡ് ഇൻ ദി ഓപ്ഷൻ കോൺട്രാക്ട്. ക്ലിയർ? ദെൻ ദ സെക്കൻഡ് ടേം ദാറ്റ് ഈസ് ദി സ്പോട്ട് പ്രൈസ്. സ്പോട്ട് പ്രൈസ്. ദ സെക്കൻഡ് ഈസ് സ്പോട്ട് പ്രൈസ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കറണ്ട് പ്രൈസിനെയാണ് എന്ത് പറയുക? സ്പോട്ട് പ്രൈസ് എന്ന് പറയുന്നത്. ദി കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി അസറ്റ് അറ്റ് ദി
ടൈം ഓഫ് എക്സസൈസിങ് ദി ഓപ്ഷൻ ഈസ് കോൾഡ് സ്പോട്ട് പ്രൈസ്. ആ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റ് നടപ്പിലാക്കുന്ന സമയത്ത് എത്രയാണോ കറണ്ട് മാർക്കറ്റ് പ്രൈസ് അതിനെയാണ് എന്ത് വിളിക്കുന്നത്? സ്പോട്ട് പ്രൈസ് എന്ന് പറയുന്നത്. The third is underlying. That is third term is underlying. കാരണം ഞാനിപ്പോൾ ഈ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു പോകുന്നത് വളരെ സിമ്പിളാണ്. നമ്മളിത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ള ചില കാര്യങ്ങൾ തന്നെയാണ്. അണ്ടർലൈങ് എന്നുള്ളത്. അണ്ടർലൈങ് എന്താണ്? എവരി ഓപ്ഷൻ ഈസ് ബേസ്ഡ് ഓൺ ദി പ്രൈസ് ഓഫ് സം അസറ്റ്. ഏതെങ്കിലും ഒരു അസറ്റ് അവിടെ ഉണ്ടാവില്ല, ഒരു അണ്ടർലൈങ് അസറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ അണ്ടർലൈങ് അസറ്റ് എന്ന് പറഞ്ഞു തരുന്നില്ല, അണ്ടർലൈങ് എന്നാണ്. അപ്പോൾ ഈ ഓപ്ഷൻ എപ്പോഴും നടപ്പിലാക്കുക ഏതെങ്കിലും ഒരു അസറ്റിൻ്റെ ബേസിസിലായിരിക്കും. ദാറ്റ് ഈസ് ഓപ്ഷൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു അസറ്റിൻ്റെ ബേസിസിലായിരിക്കും. ദിസ് അസറ്റ് ഈസ് കോൾഡ് അണ്ടർലൈങ് അസറ്റ് ഓർ സിംപ്ലി അണ്ടർലൈങ്. അണ്ടർലൈങ് അസറ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. ദ ഫോർത്ത് ഈസ് പ്രീമിയം. ഫോർത്ത് ഈസ് പ്രീമിയം. നമ്മൾ പറഞ്ഞു എന്താണ് പ്രീമിയം എന്ന് പറഞ്ഞത്? നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ, അതായത് ദി സെല്ലർ ഓഫ് ദി ഓപ്ഷൻ. അപ്പോൾ ആ സെയിം തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ പ്രീമിയം എന്നുള്ളത്. പ്രീമിയം എന്ന് പറയുന്നത് എന്താണ്? ദ സെല്ലർ ഓഫ് ദി ഓപ്ഷൻ സെൽസ്. സെല്ലർ ഓഫ് ദി ഓപ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? എന്ത് വിൽക്കുന്നുണ്ട്? ദ റൈറ്റ് ടു ചൂസ് ദ ബയർ. ദ റൈറ്റ് ടു ചൂസ് ടു ദ ബയർ. ബയർക്ക് വേണമെങ്കിൽ നടത്താം, വേണ്ടെങ്കിൽ നടത്തണ്ട എന്നുള്ളൊരു റൈറ്റ് സെല്ലർ ആർക്ക് കൊടുക്കുന്നുണ്ട്? ബയർക്ക് കൊടുക്കുന്നുണ്ട്. അതപ്പോൾ നടത്തിയില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സെല്ലർക്ക് നഷ്ടമാണ്. പക്ഷെ ആ നഷ്ടം വരാതിരിക്കാൻ സെല്ലർ എന്ത് വാങ്ങിക്കുന്നു ബയറിൽ നിന്ന്? ഇൻ റിട്ടേൺ ഫോർ എ പേയ്മെൻറ്റ്. ഒരു പേയ്മെൻറ്റ് റിട്ടേൺ ആയിട്ട് വാങ്ങിക്കുന്നുണ്ട്. അതാണ് എന്തെന്ന് പറയുന്നത്? കോൾഡ് പ്രീമിയം. ഓക്കെ, അപ്പോൾ പ്രീമിയം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പ്രീമിയം ഈസ് ദി എമൗണ്ട് ദാറ്റ് ദി സെല്ലർ gets from the buyer for giving him the right to choose. Clear? That is the fourth term, premium. That, and the fifth term is, that is excise date. Date എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നടപ്പിലാക്കുന്ന ദിവസം. The date on which the option is actually exercised by the buyer is known as the exercise date. ഇതാണ് എന്നാണോ ഈ ഓപ്ഷൻ നടപ്പിലാക്കുന്നത് ആ ഡേറ്റിന് എന്ത് വിളിക്കാം? എക്സസൈസ് ഡേറ്റ് എന്ന് പറയാം. പിന്നെ ഒരു ടേം കൂടെ ഉള്ളൂ, ദാറ്റ് ഈസ് ദി എക്സ്പയറേഷൻ ഡേറ്റ്. എക്സ്പയറേഷൻ ഡേറ്റ് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക്, ഇല്ലെങ്കിൽ ഞാൻ പറയുന്നുണ്ട്. എക്സ്പയറേഷൻ ഡേറ്റ് അതാണ്, ദാറ്റ് ഈസ് ദ ലാസ്റ്റ് ടേം ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഓപ്ഷൻ. ദ ഡേറ്റ് ഓൺ വിച്ച് ദി ഓപ്ഷൻ ഈസ് എക്സ്പയർഡ്. എന്നാണോ ഓപ്ഷൻ എക്സ്പയർ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എക്സ്പയറേഷൻ ഡേറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദ ലാസ്റ്റ് ഡേ ബൈ വിച്ച് ദി ഓപ്ഷൻ ഹാസ് ടു ബി എക്സസൈസ്. ഓപ്ഷൻ നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന ലാസ്റ്റ് ഡേ എന്നാണോ ആ ഡേറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്സ്പയറേഷൻ ഡേറ്റ് എന്ന് പറയുന്നത്. ഒരു അതായത് ഫൈനൽ സെറ്റിൽമെൻറ്റ് ഡേ എന്ന് പറയാം. അതെന്താ നമുക്ക് പറയാൻ പറ്റുക? ഫൈനൽ സെറ്റിൽമെൻറ്റ് ഡേ എന്ന് പറയാം. ഫൈനൽ സെറ്റിൽമെൻറ്റ് ഡേ. ഫൈനലായിട്ടത് സെറ്റിൽ ചെയ്യുന്നത് എന്നാണോ അതാണ് ദാറ്റ് ഈസ് എക്സ്പയറേഷൻ ഡേറ്റ് എന്ന് പറയുന്നത്. ഇതിനെ തന്നെ നമ്മൾ എക്സ്പയറേഷൻ ഡേറ്റ് ഓർ മെച്യൂരിറ്റി ഡേറ്റ് എന്നും പറയാറുണ്ട്. ഒന്നെങ്കിൽ അന്ന് ഓപ്ഷൻ നമ്മൾ എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ ഓപ്ഷൻ എന്തായി മാറും? ഈസ് വർത്ത്ലെസ്. പിന്നെ അതുകൊണ്ട് വലിയ കാര്യമില്ലാത്തതായിട്ട് മാറും. ഇത്രയാണ് ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ടേം. ഞാൻ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്താൻ കാരണം ഭയങ്കര ഡീറ്റെയിലേക്ക് പോകേണ്ട ഒന്നുമില്ല. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദി സ്ട്രൈക്ക് പ്രൈസ്. സ്ട്രൈക്ക് പ്രൈസ് എന്നുള്ളതാണ്. സ്ട്രൈക്ക് പ്രൈസും സ്പോട്ട് പ്രൈസും അതാണ് നമുക്ക് എളുപ്പം പഠിക്കാനും പറയാനായിട്ട്. സ്ട്രൈക്ക് പ്രൈസ്, സെക്കൻഡ് ഈസ് സ്പോട്ട് പ്രൈസ്, തേർഡ് ഈസ് അണ്ടർലൈങ്, ഫോർത്ത് ഈസ് പ്രീമിയം, ഫിഫ്ത്ത് ഈസ് എക്സസൈസ് ഡേറ്റ് ആൻഡ് സിക്സ്ത് ഈസ് എക്സ്പയറേഷൻ ഡേറ്റ്. ക്ലിയർ? ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടത്. നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് അബൌട്ട് ദി ക്ലാസിഫിക്കേഷൻ ഓഫ് ഓപ്ഷൻസുകൾ നമുക്ക് പഠിക്കാൻ. അത് കുറച്ചൊരു ലോങ് ക്ലാസ് ആയിട്ട് നമുക്ക് പറഞ്ഞു പോകാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം അത്. അപ്പോൾ ദാറ്റ്സ് ഫോർ ടുഡേ. താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ് ഫോർ വാച്ചിങ് മൈ ക്ലാസ്. താങ്ക് യു.